റെഡി 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 കൊള്ളാലോ. ഈ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. ബ്ലാക്കാണല്ലോ എന്ന് തോന്നുന്നു അല്ലേ? ബ്ലാക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് മാറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല കമൻറ്റ് ചെയ്യുക. അതെ, ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല ഈ അവസരത്തിൽ. എന്താണെങ്കിലും ഈ അവസരത്തിൽ ഇങ്ങനൊരു അവസരത്തിൽ ഇങ്ങനൊരു വേളയിൽ പറയാനുള്ളത് ഷാജൻസ്ക്കറിയ. ആർക്കറിയാത്? ഷാജൻക്കറിയ. ഷാജൻക്കറിയാം അല്ലേ? ഷാജനെ അറിയാം, അവനറിയെങ്കിൽ അവനോളാം. അതെ, ഷാജൻക്കറിയ. ഷാജൻസ്ക്കറിയെ അറസ്റ്റ് ചെയ്തു. ഷർട്ടൊന്നും ഇടാതെ കയ്യിൽ മുണ്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് വരാനും വേണ്ടി എന്ത് ഇമ്പോർട്ടൻസ് അതിനുള്ളതെന്നുള്ളത് അയാളുടെ ജാമ്യം കിട്ടുമ്പോൾ മനസ്സിലാവും അല്ലേ? ഇത് അയാൾക്ക് വേണ്ടിയിട്ടൊരു പരിപാടി അവതരിപ്പിച്ചവരുണ്ട്. ഇപ്പോൾ വേടനെ അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ട് നടക്കുന്നു, വേടനെ ഫെയിം ആക്കി കൊടുക്കുന്നു, അറിയിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഗവൺമെന്റിന്റെ പരിപാടിക്ക് ക്ഷണിക്കുന്നു. കഞ്ചാവ് പിടിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ പോട്ടെ, അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. എന്നാലും പിടിച്ചപ്പോഴും അത് തന്നെയാണല്ലോ കിട്ടിയത്. എനിക്ക് അങ്ങനെയുള്ള സാധനമൊന്നും കിട്ടത്തില്ല. പ്രസിദ്ധ കൂട്ടി ശരിയാ, ചുമ്മാ ഉള്ള പരിപാടിയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഈ ഷാജനെ ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് വേണ്ട കാര്യം എന്തോ? എന്നിട്ട് 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി. പിന്നെ എന്തിനാ പിടിച്ചോളൂ? എനിക്കറിയത്തില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പോട്ടെ, ഇനി അയാൾ അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ പോലും പോലീസ് അയാളെ അതിനൊരു മര്യാദ ഉണ്ട്. എന്ത് ക്രിമിനലാണേലും കൊള്ളാം, അല്ലേ? പിന്നെ ക്രിമിനൽ ശരിയാ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു, അങ്ങനെയുള്ള സാഹചര്യമൊക്കെയാണ്. പിടിച്ചോണ്ട് കൊണ്ടുവരും. പിടിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഇടിക്കണം. എന്നിട്ട് അത് ഇങ്ങനത്തെ കേസാണ്. ഇല്ല, ഷർട്ട് ഇടാൻ സാമാന്യം അത് ഇടിയിച്ചിട്ടേ ഇറക്കാവൂ. അല്ലെങ്കിൽ ഇപ്പൊ നാണക്കേടായത് ആർക്കാ? ഒന്ന് ചിന്തിച്ചു പോയിക്ക്. എടാ, ഇയാളെ ഈ പിടുത്തമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് എന്ത് നടക്കുന്ന ഇവിടെ? സ്റ്റേഷൻ കൊടുത്തു വിട്ടോ? അല്ല, മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ട് രാവിലെ തന്നെ ജാമ്യം എടുപ്പിച്ച് പറഞ്ഞു വിട്ടു. അതും ഇയാൾക്കെതിരെയുള്ള ഒരു കേസ് തിരുവല്ലയിലുള്ളത് എനിക്കറിയാം. സീമ സജി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരി ഒരു പ്രാവശ്യം എന്തോ ഒരു ചെറിയ പരിപാടിക്കകത്ത് ഇയാളെന്തോ ഒരു വാർത്ത ചെയ്തു. പാരദൂഷണം പറഞ്ഞു. മറ്റ് വാർത്താ ചാനലുകൾ വരുന്ന കണ്ടന്റ് എടുക്കുക, കുറച്ച് മസാല ചേർത്ത് പെൺവാണിഭവും ബലാത്സംഗമോ അല്ലെങ്കിൽ കൂട്ടിക്കൊടുക്കുക പറഞ്ഞ അങ്ങനെയൊക്കെ പറയും. അഴിമതിയൊന്നും പുള്ളിക്ക് അത്ര വലിയ വിഷയമൊന്നുമല്ല. ഇത് കയറ്റുമ്പോൾ ഒരു പ്രത്യേക മസാലയാണ് മെയിൻ. അപ്പൊ ഇതിങ്ങനെ കയറ്റി പറയുക, എന്നിട്ട് ആ പാവം കൊച്ച് അതിനാണ് ഇങ്ങനെ ഒരു പരിപാടിയിലിടുക. അത് അവിടെ സമാധാനമായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഫണ്ട് റൈസിങ് നടത്തി ഇവർ ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പുസ്തകം എഴുതുകയോ അതിൻ്റെ ചെയ്തത് അവർ വിറ്റു, അങ്ങനെ കുറേ പൈസയൊക്കെ ഇവർ കളക്ട് ചെയ്ത് കൊടുത്തതിൻ്റെ പേരിലുണ്ടായ എന്തോ ഒരു ഗ്രൂപ്പല്ലേ, അതിനകത്ത് എന്തൊക്കെയോ കണക്ക് തെറ്റി പലരും ഇടപെട്ടതിൻ്റെ പേരിൽ. ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തതും കൂടുതൽ പ്രവർത്തിച്ചത് ഇവളാണ്. പക്ഷെ ഇത് തെറ്റിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരൊക്കെ എന്തോരം അലമ്പുണ്ടാക്കി ഇയാളെ അറിയിച്ചു ഇവിടെ വലിയ തട്ടിപ്പ് നടന്നു. എന്നിട്ട് സാജൻ ഇത് കേട്ട പാടെ ഇവള് പെൺവാണിഭക്കാരിയായി, സിനിമാക്കാരുമായിട്ട് ബന്ധമുണ്ടെന്നായി, മോഹൻലാലും ദിലീപുമായിട്ടൊക്കെ അങ്ങ് ബന്ധമായി. കാരണം ഇവളുടെ ഭർത്താവ് ഈ ഫിലിം സെറ്റിൽ എന്തോ വണ്ടി ഓടിക്കുവോ എന്തോ ചെറിയ പരിപാടിയാണ്, മനസ്സിലായത് എനിക്ക്. അങ്ങനെ ജീവിച്ചു പോകുന്ന 2 പേരെ പറ്റി ഇത്ര അനാവശ്യമൊക്കെ പറഞ്ഞ് അവർക്ക് കൊച്ചിനെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, ഈ പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നാട്ടുകാർ മൊത്തം വേറെന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഇവനാണെങ്കിൽ ഭയങ്കര ഒരു പ്രത്യേക തരം ഫോളോവേഴ്സ് ഉണ്ട് തന്നെ. അത്രയും ആൾക്കാർക്ക് ഈ ഞരമ്പന്മാരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അത് തന്നെ കുത്തിത്തിരിപ്പും കുന്നായ്മയും കുച്ചുമ്പും ഒക്കെ ഇഷ്ടമുള്ള തരം പ്രേക്ഷകരാണ് ഈ ഷാജൻസ്ക്കറിയുടെ വർത്തമാനം കേൾക്കത്തുള്ളൂ. ഞാൻ ഇന്നേ വരെ ഇയാളുടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. എന്നെ പറ്റി പറഞ്ഞ വീഡിയോ താൻ ഓർക്കുന്നുണ്ടല്ലോ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചത്. ഞാൻ എന്തോ പറഞ്ഞതെന്നറിയോ? അന്ന് ഗുജറാത്തിലോട്ട് ഇപ്പോൾ ട്രംപ് വന്നിറങ്ങുന്ന എൻ്റെ സംഭവം ഉണ്ടായപ്പോൾ കുറേ സ്ലംസ് ഒക്കെ മറച്ചില്ലേ, അതിനെപ്പറ്റി എന്തോ പറഞ്ഞ് ഞാനത് വീഡിയോ ഇട്ടു. അങ്ങനെ മോശപ്പെട്ടൊരു സാധനമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇന്ത്യ അത്ര പോരല്ലോ. ഈ സ്ലംസ് എവിടെല്ലാം മറയ്ക്കും? ഇതൊക്കെ ഓൺലൈനിലൊക്കെ അവർ കാണുന്നത്. ഇന്ത്യ തന്നെ മറയ്ക്കാൻ ഞാൻ പറയണം. ഇന്ത്യ മൊത്തത്തിൽ എന്നിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി പറഞ്ഞ വിവരം പറയാം. ഞാൻ എന്തോ ഇന്ത്യ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കഥ അടിച്ചു വിട്ടിട്ട് രാജ്യദ്രോഹം. എന്നിട്ട് പറയുകയാണെ നമുക്ക് ഇന്ത്യ എന്ന രാജ്യത്ത് എവിടെ വേണേലും മുണ്ട് പൊക്കി നിന്ന് മുള്ളാവുന്ന ഓർക്കുന്നുണ്ടോ? പിന്നെ അവരല്ല, ചിലപ്പോൾ ഷാജന്റെ വല്ലൊരു ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ റോഡിലൊക്കെ പൊക്കി നിന്നുകൊണ്ട് ഇങ്ങനെ മുള്ളുന്നത്.
അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സമാധാനമായി, പുള്ളിക്ക് അതിനകത്ത് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷേ അതിനെങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നത്. വല്ല മര്യാദയ്ക്ക് പറയാൻ അറിയാൻ മേലാത്തതുകൊണ്ടല്ല. ഇങ്ങനെയല്ല മുള്ളുന്നത്, അങ്ങനെ റോഡിലിറങ്ങി മുള്ളണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ശരിയാ ഒരു നിവൃത്തിയില്ലെങ്കിൽ മുള്ള. അല്ല ഞാൻ പറയുന്നത് എന്നറിയോ, അത് ആ രീതിയിൽ മനസ്സിലാവണം. ആ രീതിയിൽ ആർക്ക് മനസ്സിലാവും? ആരാണ് ഇത് പഠിപ്പിക്കുന്നത്? ഇവിടെ ആരെങ്കിലും നമ്മളെ പൊതുവെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പൊ അവന്റെ വീട്ടിൽ നിന്നല്ലേ അവനത് പഠിക്കുന്നത്. അവൻ സ്ഥിരമായിട്ട് കാണുന്ന അതായിരിക്കും. അങ്ങനെ എന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ല വേറെ എങ്ങനെ മനസ്സിലാക്കുന്നത്? ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ റോഡിൽ നിന്ന് മുള്ളണാന്ന് പറഞ്ഞ ടീച്ചർ തന്നെ പഠിപ്പിച്ചോ? ഒരാൾ പറയുന്നത് റോഡ് ചെയ്ത് പുള്ളാത്, ഭാഗ്യലക്ഷ്മി പറയുന്നത് റോഡ് ചെയ്ത് പുള്ളതുവരെ കൊല്ലും. എന്തൊക്കെയാണ് നടക്കണേ? പുള്ളിക്കാരനെ വണ്ടി ഇടിപ്പിച്ച് അപ്പഴേ കൊല്ലും. താൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടാ കേട്ടോ. തിരുവനന്തപുരത്താ എല്ലാരും ഉള്ളത്. ഈ തിരുവനന്തപുരംകാരെന്താ ഇങ്ങനെ മട്ടാഞ്ചേരി മാഫിയ തപ്പി നടക്കുക? അപ്പൊ മട്ടാഞ്ചേരി പോയാൽ മാഫിയ ഒന്ന് പിടിക്കണമെന്നുണ്ട്. ഞങ്ങളായാലും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. മട്ടാഞ്ചേരിയിലേക്ക് യാത്രയാവുന്നുണ്ട്. മാഫിയ കണ്ടെത്താനുള്ള ഉടനടി നമ്മൾ ആ ശ്രമം നടത്തുന്നതായിരിക്കും. മാഫിയപ്പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിലും അവര് സമൂഹത്തിന്റെ മുന്നിൽ മുഖംമൂടി അഴിച്ച് നിർത്താനുള്ള എല്ലാ ശ്രമം, മുഖംമൂടി ഉള്ളവരെയൊക്കെ അഴിക്കുക. അവിടെ ചെന്നിട്ട് മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു ഓപ്പറേഷൻ പ്ലാൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ പ്ലാൻ എ അല്ലെങ്കിൽ C ഉണ്ട്, D ഉണ്ട്. അപ്പൊ ഈ 3-4 പ്ലാനിനകത്ത് ഏതെങ്കിലും ഒരു പ്ലാനിൽ ഒരു മാഫിയക്കാരൻ കൊടുക്കും. മാഫിയ അംഗങ്ങളെ കണ്ടെത്തും. മാഫിയ തലവനെ നമുക്ക് കണ്ടെത്തണ്ട. മാഫിയ തലവൻ വേണ്ട. അവിടെ ഉള്ള വല്ല കപ്പലിന്റെ കച്ചവടക്കാരോ അങ്ങനെയുള്ള മാഫിയ അറിയുന്നു പറയുന്നവരൊക്കെ പിടിക്കാം. മാഫിയ പോയി വല്ല ചിലപ്പോ മാഫിയക്കാർക്ക് ചായ കൊടുത്തവൻ, മാഫിയക്കാർക്ക് കപ്പലിന് മേടിച്ചു കൊടുത്തവൻ, അതുപോലെ മാഫിയക്കാരുടെ വണ്ടി ഓടിക്കുന്നവൻ, അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് വെറുതെ അവിടെ ചെന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. പോലീസുകാർ പോലും നോക്കുന്നില്ല. പിന്നെ നമുക്ക് നൈസായിട്ട് പോലീസ് പോലും അങ്ങനെയല്ലേ, കഞ്ചാവ് വലിക്കുന്നവനെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അതെടുത്താൽ മതി. അങ്ങനെയാ. നമുക്ക് മാഫിയ ശശിനെ അങ്ങ് അറസ്റ്റ് ചെയ്താലോ? മാഫിയ ശശിയാണോ ഈ മട്ടാഞ്ചേരി മാഫിയുടെ തലവൻ? ആയിരിക്കില്ല. എന്നാ ശശി തിരുവനന്തപുരം ലോബിയ ആണോ? അല്ല, ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ മാഫിയക്കാരുടെ കൂടിയതുകൊണ്ടാണോ മാഫിയ ശശി എന്നൊക്കെ വിളിക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് അന്വേഷിക്കണ്ടേ? മാഫിയ ഉണ്ടായിട്ട് അധികം കാലമായില്ലോ. ഈ അടുത്തല്ലേ ശശി പണ്ടേ ഉണ്ട് മാഫിയ ശശി. അപ്പൊ അയാളായിരിക്കും തുടങ്ങിയത് മാഫിയ ശശി ആയിരിക്കും തുടങ്ങിയത്. പറയാൻ മാഫിയ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിനകത്ത് മാഫിയ ശശി ഉണ്ടോ? ഇല്ല, അതിനകത്ത് മാഫിയ ശശി ഇല്ല. ബാബുവാനി സൂപ്പറാണ്. ബാബുവാന്റണി മാഫിയ. ബാബുവാനിയുടെ പേര് ആന്റണി എന്നുള്ളതൊക്കെ, പക്ഷെ ബാബു എന്ന് പറയുന്നത് വേറെന്തൊരു പേരിടുണ്ട്. മാർക്ക് ആന്റണി എന്നിട്ടാണ് ഇട്ടിട്ട് ഇറങ്ങിയിരുന്നെ പൊളിച്ചാന്. ജൂഡ് ആന്റണി കൊള്ളാം. പക്ഷെ ജൂഡ് ആന്റണിക്ക് ആ പവറില്ല. മറ്റേ ജൂഡ് ആന്റണിയാണോ? ആകപ്പാടെ അമ്മയൊക്കെ ആയിട്ടാ സിനിമ റിലീസാകുമ്പോ അമ്മ വരും, ഭാര്യ വരും, എല്ലാരും കൂടെ ഇറങ്ങി ഫാമിലിക്കാരൊക്കെ മൊത്തത്തിലൊക്കെ പോകും. പള്ളിയിലൊക്കെ പോയി അച്ഛനെ പോയി കാണും. കൊമ്പസായിരിക്കും എന്തോ അല്ലേ. അത് പോട്ടെ, ആന്റണി ഒക്കെ വേണം നമുക്ക്. ബാബു ആന്റണി എന്നുള്ള മാറ്റിയിട്ട് വേറെ ആന്റണി വെക്കും. മാർക്ക് ആന്റണി നല്ല. പക്ഷെ മാർക്ക് ആന്റണി കേൾക്കുമ്പോൾ നമുക്ക് ഈ മാർക്ക് ആന്റണി ഓർമ്മ വരും. മനസ്സിലായല്ലേ? മാർക്ക് ആന്റണിയുടെ ഒരു പാട്ടുണ്ടല്ലോ ഇതിനകത്ത്, മാസ്ക് ഓഫ് സോറോയില്. അതേതാണത്? അതേതാണെന്ന് ഓർക്കുന്നില്ല, ഞാൻ മറന്നുപോയി. അതൊരു കിടിലൻ പാട്ടാണ്. അതൊരു പാട്ടാണ്. ആ പാട്ട് കേൾക്കണം കേട്ടോ, നല്ല പാട്ടാണ്. ഇപ്പൊ കിട്ടുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ഇടയ്ക്ക് എപ്പോഴും ഓർമ്മ വന്നാൽ പാടുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് പാട്ട് അത്ര നന്നായിട്ട് നിങ്ങൾക്കായി ഒരു പാട്ട് പാടാം. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ആവശ്യപ്പെടുന്നതുകൊണ്ട് മാത്രം ഞാൻ. ഇയാൾ എവിടെയെങ്കിലും വന്നത് പറയുന്ന സ്ഥലത്ത് നമ്മളുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയണോ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, വേറെ കാര്യമുണ്ട്. ഇയാൾ വേറെ സ്ഥലത്ത് നമ്മൾ ചെല്ലില്ല, അത് വേറെ കാര്യം. അത് ശരിയാ. അയാളെ കാണാൻ ചെല്ലുന്നവരല്ലേ, അവർക്ക് ഇതൊക്കെ കേൾക്കുന്ന ഒരു രസമായിരിക്കും. ഞാൻ നിങ്ങൾക്കായി ഒരു ആരും ചോദിച്ചിട്ടില്ല. അത് ഏതോ ഒരു ഷോയിൽ ഇയാൾ ചെയ്ത പണിയാ. ഇതിലോട്ട് കയറിയിട്ട് തന്നെ പറയാം നിങ്ങൾക്കായി ഒരു പാട്ട് പാടാം. എന്നിട്ട് ആ ജനങ്ങൾ മുഴുവൻ അത് അനുഭവിച്ചു. ഓർക്കുന്നുണ്ടോ പാട്ട്? ഏതാ? അന്ന് ഞാനൊരു ഓഡിയോ ഇട്ട് ഓർക്കുന്നത്. ആടോ ഗോട്ട് എന്ന് പറയാനുള്ള ഇയാളെ ഗോട്ട്. ഇതൊക്കെ കേട്ടത് ഇതാണ് ഇത് ശരിയാ. ഗോട്ട പുള്ളി ഭയങ്കര പാട്ടായി പോയി. ബ്രേക്ക് പഴയ സിനിമയിൽ ബ്രേക്ക് കുടിക്കുന്ന ശബ്ദമില്ലേ, കുതിര അലക്കി ഇങ്ങനെ. നമ്മളിന്ന് അഞ്ജലി എന്നുള്ള പാട്ട് കേട്ടപ്പോഴേ SPB അടിച്ചു തകർത്തത്. അഞ്ജലി പുഷ്പാഞ്ജലി. ആ സാധനേ
അത് ഓർത്ത് നോക്കി, അത് എന്നിറങ്ങിയ പാട്ടാണ്. റീമാസ്റ്റേർഡ് പുഷ്പാഞ്ജലി ഒന്ന് നല്ല ഒരു സിസ്റ്റത്തെ ഇട്ട് കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വീണ്ടും അഞ്ജലി അഞ്ജലി എന്നുള്ള അതൊരു ഓൾ ടൈം ഹിറ്റ് ആണ്, എവർഗ്രീൻ സാധനം. അങ്ങനെ അതെന്ന് പറഞ്ഞാൽ ആ റീമാസ്റ്റേർഡ് വേർഷൻ വരുമ്പോൾ പോലും അതിനകത്തെ അയാളുടെ ആ പാട്ടായതുകൊണ്ട് SP ആയതുകൊണ്ട് മാത്രം അതിപ്പോ പിടിച്ചു നിൽക്കുന്നത്. അത് യേശുദാസ് MG ശ്രീകുമാർ അറിഞ്ഞാൽ ഒരു പടം ഇറങ്ങി ഓളം കഴിയുമ്പോൾ എടുത്ത് കളയേണ്ടി വരും. കാരണം പിന്നീട് 5 വർഷം ഇല്ല, ഒരു 3 വർഷമൊക്കെ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഒരു മാസത്തിലൊക്കെ പാട്ട് ഔട്ട്. ചില പാട്ടൊക്കെ ഒരു മാസം പോലും. അയ്യോ എന്നെ പാട്ട് നീര് നെഞ്ചത്ത് നീരാണ് എന്നൊക്കെ പറഞ്ഞ് പാടിയിരുന്നേ കൊള്ളാം. ഇങ്ങനത്തെ പന്ന പാട്ടൊക്കെ എങ്ങനെ? അത് വേറെ കാര്യമുണ്ടോ, ഇത് പാടാൻ MG ശ്രീകുമാറിനും യേശുദാസിനും കഴിഞ്ഞ ആളുള്ള ഇവിടെ. അത് വേറെ കാര്യം. ഈ വേണുഗോപാലിനെ പോലത്തെ ആൾക്കാരുടെ പാട്ടൊക്കെ കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ പടത്തിൽ വരും, മനസ്സിലായോ? മമ്മൂട്ടിയുടെ സൗണ്ടായിട്ടൊന്നും ചേർന്നത് കൊണ്ടൊന്നും അല്ല പാട്ട്. ഇത് നോക്കി അറിയാം നമുക്ക്. സ്വർണമണിമേഘമേ എന്നയൊന്നു പറയാമോ, എന്ത് നല്ല പാട്ടല്ലേ, പാടിയിട്ട് എന്താ കുഴപ്പം? ഇടോ ഈ SP അത് ഈ മറ്റേ ഇപ്പൊ അഞ്ജലി എന്ന് പറഞ്ഞ് പാടുന്ന സ്ഥലത്ത് യേശുദാസ് ആണ് എന്ത് ചെയ്യുന്നറിയാം? അങ്ങനെ അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി പുള്ളിക്ക് അങ്ങനല്ല അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി ഇവിടെ ഉള്ളവന്മാര് അതിന്റെ അളവ് എടുക്കും എന്നിട്ടിരുന്ന് അത്രയും പിന്നെ മറ്റേ മത്സരത്തിനൊക്കെ കൊച്ചു പിള്ളേർ വരുമ്പോൾ MG ശ്രീകുമാരൊക്കെ ഇരുന്നിട്ട് അറിയാം നമ്മളെ അവിടെ ഒരു സംഗതി പോരുന്നു. എന്ത് ഈ സംഗതി എന്തോട് ഇവനൊക്കെ എപ്പോഴാണ് ഈ സംഗതിയൊക്കെ ഉണ്ടായത്? ഏറ്റവും പന്ന പാട്ടുകൾ ഉള്ളത് മലയാള ഇൻഡസ്ട്രിയിലാണ്. വളരെ കുറച്ച് നല്ല പാട്ടുകളേ ഉള്ളൂ. പരിപാടി ഇവർ ഈ പറയുന്ന ഇവിടുത്തെ പാട്ടുകൾ, ഇവിടുത്തെ സിനിമ എന്നൊക്കെ പറയുന്നില്ലേ, ഇതെങ്ങനെ ഇവർക്ക് ഭയങ്കര പ്രിയപ്പെട്ടാവുന്നതെന്ന് അറിയാമോ? ഈ ചില പാരന്റ്സ് മക്കളെ കുറിച്ച് പറയില്ലേ, മക്കള് ഭയങ്കര പാട്ട് ഭയങ്കര മിടുക്കനാ, ഭയങ്കര മക്കളോടുള്ള ഒരു ഭയങ്കരമായ ഒരു താല്പര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ നാട്ടിലുള്ള ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കുന്നവരൊക്കെ ഭയങ്കര എന്തോ ഇന്റർനാഷണൽ പരിപാടിക്കൊക്കെ അതീതമായി നിൽക്കുന്ന സ്പേസിൽ നിൽക്കുന്ന ഭൂരിഭാഗം എയറിലാണ് എപ്പോഴും, ഏറിയതും പോവാണ് പുറത്തോട്ട്. അപ്പൊ ആ ഒരു ഫീലില് ഇവർ ഈ പരിപാടി പറയുന്നതേ ഏഴാം നമ്പർ നടനാന്നൊക്കെ പണ്ട് പറഞ്ഞാണ് യേശുദാസിന്റെ തൊണ്ട റിസർച്ച് ചെയ്യാൻ അമേരിക്ക ചോദിച്ചെന്ന്. അവിടെയൊക്കെ ആരൊക്കെ ഉള്ളതെന്ന് ഇവന്മാർക്ക് അറിയത്തില്ല. ഇവിടെ നിന്ന് ആനയിലൊക്കെ എഴുതി വിടുന്ന ടീമുകളാരാണ്ട് എഴുതിയേക്കുക യേശുദാസിന്റെ തൊണ്ട റിസർച്ച് ചെയ്യാൻ കൊടുക്കാൻ പോവാന്ന്. എന്തിന്? ആർക്ക് വേണം? ഭയങ്കരവാതൊക്കെ മറ്റേ മമ്മൂട്ടി നാസക്ക് വേണ്ടി മറ്റേത് ഡെവലപ്പ് ചെയ്ത കഥയാടോ. ഇങ്ങനത്തെ എഴുത്തുകാരല്ലേ ഇവിടെ ഉള്ളതൊക്കെ. ഇവന്മാരിങ്ങനെ എഴുതി കളയും. ഇവർക്കൊന്നും ആഗ്രഹങ്ങളല്ലേ മൊത്തം, ഒന്നും നടക്കത്തില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്പ് പാടി എന്നിട്ട് കേരള പോലീസാണല്ലോ. അതെ അയ്യോ ആണ്, നല്ല ആൾക്കാരാ, ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. നാസയ്ക്ക് വേണ്ടി. നാസ എന്തോ ഇങ്ങനത്തെ നാസയ്ക്ക് വേണ്ടിയിട്ടല്ലേ, വേൾഡ് വൈഡ് കേരള ഇതിന് പറയുന്നത് ട്രാഫിക് പോലീസിന്റെ സംഭാവന എന്തെന്ന് ചോദിച്ചാൽ അവർ പറയാൻ പോകുന്നത് ഇങ്ങനെ കൈ കാണിക്കുന്നു റോഡിൽ നിന്ന്. എല്ലാരും ഇങ്ങനെ ഇതൊക്കെ മറ്റേ ഡബ്സി ഒന്നും അറിയണ്ട, പറയാ അവസാനം വണ്ടികളൊക്കെ നോക്കിട്ടല്ലേ, കാർ സ്കൂട്ടർ അല്ലേ, ലോറി എന്നൊക്കെ പറഞ്ഞ് സാധനം ചെയ്യും. അതാണ് ലോകത്തിന്, ഈ ലോകം മുഴുവനും, എല്ലാ ലോകത്തെല്ലായിടത്തും വണ്ടി ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള കേരള ട്രാഫിക് പോലീസിന്റെ സംഭാവനയാണ്. എന്തോ ആന്നോ ഇതൊക്കെ പറഞ്ഞപ്പോൾ ചില പോലീസുകാർ ചോദിക്കുക നിങ്ങൾ എന്തിനാ അവരെ കളിയാക്കുന്നത്? ഇത് കളിയാക്കിയതല്ല, ഈ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു പോകുന്ന. ഞാൻ പല രാജ്യത്തും പോയി
ഒരു രാജ്യത്ത് 10-15 വർഷം ജോലി ചെയ്ത് ജീവിച്ചു. ഇന്നേ വരെ ഇങ്ങനെ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ലടോ. ഇത് ഇവിടെ ഉള്ളൂ, ഇവിടെ മാത്രമേ. തമിഴ്നാട്ടിൽ പോലും കണ്ടു. തമിഴ്നാട്ടിലില്ല, ശരിയാവട്ടെ. ഇവിടെ പല കാര്യങ്ങളും കേരളത്തിൽ മാത്രം. നമ്മൾ ഭയങ്കര യുണീക്കാടോ. ആണ്. കേരളം നമ്പർ 1. മലയാളി പൊളി, വായും പൊളിച്ച് നടക്കുകയാണ്. പഴംപൊളി, പാലംപൊളി, പഴംപൊളി, പഴംപൊരി, പാലംപൊളി, പാലംപൊളി, മലയാളി പൊളി, മലയാളി പൊളി നമ്പർ 1 പൊളി, നമ്പർ 1. വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഇന്ത്യയിൽ എവിടെ ഇത്രയും കഞ്ചാവ് വേട്ട, കഞ്ചാവ് പിടുത്തം, MDMA പിടിക്കുന്നത് എവിടെയെങ്കിലും കേട്ടോ? വേറെ ഇല്ല. കഞ്ചാവ് വേട്ട എവിടെയെങ്കിലും കേട്ടോ? ഇല്ല, ഞാൻ കേട്ടല്ല. വേറെ നോക്കണമല്ലോ വാർത്തകള്, മറ്റ് സ്റ്റേറ്റ്സിലെല്ലാം നോക്കണം എന്താണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും കഞ്ചാവ് പിടിക്കുന്ന ഒരു സ്റ്റേറ്റ്, ഇത്രയും അടിമകളുണ്ടെന്നാ പറഞ്ഞത്. അതിന്റെ പ്രശ്നം അവർക്ക് മനസ്സിലാകുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ യുവതലമുറ ഇങ്ങനെ ആവുന്നത്? ഇങ്ങനെ ആവുന്നത് എങ്ങനെയാണെന്നല്ലേ പഠിക്കണ്ടേ? എന്തെങ്കിലും ആ സാധനങ്ങൾ എവിടെയെല്ലാം കിട്ടും, എന്തൊക്കെ ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിലെ യുവത്വം മയക്കുമരുന്നിനും കഞ്ചാവിനും പുറകെ പോകുന്നു? ഇത്രയും കേസുകൾ രജിസ്റ്റർ ആകുന്നു. അതിനെപ്പറ്റി ഒന്നും ഒരുത്തരും ചർച്ച ചെയ്യുന്നോ സംസാരിക്കുന്നോ? അതിനെപ്പറ്റി സ്റ്റഡി, അതിനെക്കുറിച്ചൊരു പഠനം നടക്കുന്നൊന്നുമില്ല. കേസ് എടുക്കുക, പെറ്റിയടിപ്പിക്കുക, കുറെ പേരെ കേസിൽ കൊടുക്കുക, കാശുകൾ നശിപ്പിക്കുക, അറസ്റ്റ് ചെയ്യുക, ആദ്യം അറസ്റ്റ് ചെയ്ത് വലിയ പരിപാടി ഇവിടെ വന്നിട്ട് കയറി തപ്പുക. ഞാനൊക്കെ എവിടെ നിന്നാണ് MDMA ഒക്കെ അടിക്കാൻ പറ്റുന്നത്? എന്റെ പരിചയത്തിൽ ആരും കണ്ടിട്ടില്ല കേട്ടോ ആ സംഭവം. ഉള്ള കാര്യം പറയാം, അറിയത്തില്ല ആർക്കും. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ അടിയും പെരുപ്പും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. വേറൊരു കാര്യം പറയാം. ഒരാളുടെ കയ്യിൽ നിന്ന് 5-10 ഗ്രാം എടുത്തെന്ന് വിചാരിക്കുക. അതിനർത്ഥം അയാൾ എല്ലാ ദിവസവും 365 ദിവസം ഇരുന്ന് ആ 10 ഗ്രാം തിന്നുവാന്നാണ് ഇവർ പറഞ്ഞു പിടിപ്പിക്കുന്നത്. അതല്ലേ നോക്കണ്ടേ? ഒരാൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അത് ചെയ്തോ? മെഡിക്കൽ എടുത്തോ? അല്ല, അവൻ സമ്മതിച്ച് ഞാൻ അടിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ല, അങ്ങനെ പരിശോധിക്കണം ആളെ, അയാളുടെ മാനസികാവസ്ഥ പരിശോധിക്കണം. ഇങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ഒരാള് എന്തെങ്കിലും തരത്തിൽ ഇനി ഇയാളുടെ ഫ്യൂച്ചർ എന്താ? അപ്പോ ഇത് വലിയ സംഭവമാണ്. ഇത് ഭയങ്കര പ്രശ്നം. ഇതിന്റെ പ്രശ്നം എന്താ? പാട്ട് പാടുന്നതാണോ പ്രശ്നം? കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടുന്ന ഒരു പ്രശ്നമാണോ? അല്ല, കഞ്ചാവ് അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു പ്രശ്നമാണോ? ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിടിക്കണം. ഇയാൾ വണ്ടി ഓടിക്കുന്നുണ്ടോ? ഇയാൾ അമ്മയും പെങ്ങളെ പിടിപ്പിക്കാൻ സാധ്യതയുണ്ടോ? കൊലപാതകം നടത്താൻ സാധ്യതയുണ്ടോ? അയാളുടെ ജീവിതത്തിൽ പണി ചെയ്യാതെ 24 മണിക്കൂർ ഇത് അടിച്ചു കിടക്കുവാണോ? ഇയാളുടെ ജീവിതനിലവാരം താഴോട്ട് പോകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ കാരണം വരുന്നത് ഇവിടുത്തെ ഈ സൊസൈറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ പേരന്റിങ്, ഇവിടുത്തെ സ്കൂള്, ഈ 3ന്റെ ഉത്തരവാദിത്തമായിട്ട് വരും. ഈ അണ്ണനുണ്ടല്ലോ, ആറട്ടനെ പിടിച്ച് ജയിലിട്ടേക്കാണ്. എന്തിന്, എന്ത് കാര്യത്തിനാന്നുള്ളതിന്റെ വിശദീകരണം ശരിക്കും ഈ സ്റ്റേറ്റ് കൊടുക്കണം. അത് ഉറപ്പായിട്ടും ചെയ്യണം. ഇയാളെ ജയിലിലിട്ടിട്ട് ഇനി ഇയാൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജാമ്യം കിട്ടുമായിരിക്കും. ജാമ്യം കിട്ടി. ഇയാൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഇയാളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടുള്ള അയാൾക്ക് സൂയിസൈഡ് അറ്റംപ്റ്റും സൂയിസൈഡ് ടെൻഡൻസിയും ഉണ്ട് അയാൾക്ക്. അയാൾ ഈ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ ആരും ഉത്തരവാദിത്തം? എന്താ അവിടെ ചെയ്തത്? ഇത് മൊത്തം തെറ്റായി ചെയ്തേക്കുന്നത്, തെറ്റാ. ആണോ? പോട്ടെ, ഇയാൾക്ക് എന്തൊക്കെയാണ് അവിടെ റീഹാബിലിറ്റേഷൻ കൊടുത്തത് എന്നുള്ളത് ഇയാൾ ഇറങ്ങുമ്പോൾ നമ്മൾ ചോദിക്കണം. മനസ്സിലായില്ലേ? ഇയാൾക്ക് ഒന്നാമത് പ്രശ്നമുള്ളതാ. അത് ഇയാൾ എത്ര പ്രാവശ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആറാട്ടൻ ഇനി ഇല്ല, മരിക്കാൻ പോകുന്നതായിട്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ പല ആൾക്കാരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ അവർക്കറിയാലോ. എന്ത് ആദ്യം പറഞ്ഞത്? നമ്മുടെ പല പിള്ളേര് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രാത്രി മൊത്തം ഒരു കൊച്ചുണർന്നിരുന്നു. അവൾ പേടിച്ചിട്ട് ഇയാൾ മരിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് എന്നെ വിളിക്കുന്ന എല്ലാവരും. ഞാൻ അങ്ങനെ പറയും അയാൾ. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം പോലീസ് സ്റ്റേഷനിലോ ഫയർഫോഴ്സിലോ ഒക്കെ വിളിച്ചറിയിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ മറ്റേ ഉണ്ടല്ലോ ടോൾ ഫ്രീ നമ്പർ ഉണ്ടല്ലോ, ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്നവർക്ക് വിളിക്കാനായിട്ടുള്ള കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കുന്ന ടോൾ ഫ്രീ നമ്പറിലോട്ട് വിളിച്ച് പറയാം, ഇന്ന നമ്പറിലുള്ള ഒരാൾ ഇന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ നമ്മൾ അവിടെ ചെല്ലുവോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെന്നാലുള്ള പ്രശ്നം അല്ലെ, വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നാളെ നമുക്കെതിരെ കേസെടുക്കും. അതെ, ഏതാ അവസാനം നീ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നീ കാരണോ മരിച്ചതെന്നും പറയും. അല്ല, തമാശല്ല, അത് പറയുന്നുണ്ടോ? ഇവിടെ എത്ര കേസുണ്ടെന്നറിയോ? മറ്റേ ഒരു അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരാൾ മരിച്ചപ്പോ അവസാനം സ്ത്രീയെ പിടിച്ച് എന്തൊക്കെയാ കാണിച്ചത്. അവര് പറഞ്ഞോണ്ട് ഇയാൾ മരിച്ചത്. അതെങ്ങനെ അങ്ങനെ നടക്കുന്നു? അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാമോ? അല്ല, ഞാൻ പറഞ്ഞതല്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാമോ? ഒരാൾക്ക് ഇപ്പൊ ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് നേരെ ഒരു മരണം ആരോപിക്കാന്ന് പറഞ്ഞാൽ അത് എന്ത് പരിപാടി? വേറെ കാര്യം പറയാം. അതിനകത്ത് ഇയാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടേ ഉള്ളൂ. അവരത് തീർത്ത് തെളിയിക്കുന്ന പരിപാടിയിലൊന്നും എത്തിയിട്ടില്ല. ഈ ആരോപണത്തിന് മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ മാനഹാനി ഉണ്ടായി ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ
ഇവിടെ കേരളത്തിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യും. ഇവിടെ ആത്മഹത്യക്ക് നേരെ കാണത്തുള്ളൂ. ഇവിടുത്തെ മുഖ്യമന്ത്രി എത്ര ആത്മഹത്യയാണ്? മുഖ്യമന്ത്രി മരിച്ച് മണ്ണോട് മണ്ണായിട്ട് പ്രശ്നമാണ്. അങ്ങനെ ഒരാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പോട്ടെ, ഇതേപോലത്തെ ഒരു പൊസിഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാള് തീർച്ചയായിട്ടും അയാൾ ഇത്ര നാൾ ജീവിച്ച് പരിചയം വെച്ചിട്ടും ജോലി പരിചയം വെച്ചിട്ടും അയാളെ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വേണ്ട, അറ്റ്ലീസ്റ്റ് പോലീസിനെ വിവരം അറിയിക്കണമായിരുന്നു. ഇങ്ങനൊരു ആസക്തി തോന്നുന്നു, അത് ചെയ്തിട്ടില്ല. പിന്നെ ഫാമിലി അറിയണമായിരുന്നു. അവരപ്പം തന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അല്ലേ, അയാൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഇതൊന്നും സംഭവിക്കാതെ ആരും അറിയാതെ അയാൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ട്രിഗറിങ് പോയിന്റ് ഓക്കെയാണ്, ഇവരാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ റീസണിലേക്ക് ഒരു സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒന്നും തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇവിടെ ഈ പറഞ്ഞ പോലീസും മാധ്യമങ്ങളും ഇരുന്ന് തിത്തിത്തരിയുടെ ഉടമ്പടുള്ള എന്താണ്ടൊക്കെ കറഞ്ഞു പിടിപ്പിച്ചിട്ട് ഒരു സ്ത്രീയുടെ പുറകെ പോയി അവരെയും പീഡിപ്പിച്ച് അവരോട് ആത്മഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പരിപാടി ഇവിടെ അവതരിപ്പിച്ചത്. അവർ ആത്മഹത്യ ചെയ്തില്ല, അവരുടെ മക്കളെങ്കിലും ആത്മഹത്യ ചെയ്യാത്ത അതെന്താ? അയ്യോ, അയാൾക്കെതിരെ ഉണ്ടായേക്കാളും വലിയ അലിഗേഷനാണ് അവർക്കെതിരെ. ശരിക്കും പറഞ്ഞാൽ അവര് കാരണം ഒരാൾ മരിച്ചെന്ന് പറഞ്ഞു, ഒരു കുടുംബാനാഥായ എന്ന് പറഞ്ഞു, അവരെ എന്തെല്ലാം എല്ലാവരും രാഷ്ട്രീയം കൊണ്ട് തള്ളിക്കയറ്റിയിട്ട് ആ സ്ത്രീ മരിച്ചിരുന്ന എന്ത് ചെയ്യുന്നത് ആരും ഉത്തരവാദിത്തം പറയും. ഇവന്മാരെല്ലാം കൂടെ ഇവരെല്ലാവരും കൊന്നവരായിട്ട് പിന്നെ അവർ ആത്മഹത്യ ചെയ്യുമോ? പിന്നെ ഇവരെല്ലാവരും ആത്മഹത്യ എന്തോ ഇവരുദ്ദേശിച്ച് അവരാത്മഹത്യ ചെയ്തോണ്ട് ഇവരെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആത്മഹത്യ ചെയ്തില്ലേ ഒരാള്, അപ്പൊ ഇവരെ ആത്മഹത്യ പരാതി പറഞ്ഞവരും ന്യൂസ് വായിച്ചവരും വാർത്ത വായിച്ചവരും ചർച്ച ചെയ്തവരും ഒക്കെ ആത്മഹത്യയാണ്. അപ്പൊ ഈ മരിച്ച ആൾക്കാരുണ്ടല്ലോ, ഈ അവസാനം മരിച്ചവര്, അപ്പൊ ഇവർക്കെതിരെ കേസ് എടുക്കണം. ഈ ലേഡി മരിച്ചു കഴിഞ്ഞാൽ കേസെടുക്കണം. അപ്പൊ എന്നിട്ട് ഇവരെല്ലാരും മരിക്കണം. എന്നിട്ട് ഇവരെല്ലാരും മരിച്ചതിന്റെ ഉത്തരവാദിത്വം ഇവരുടെ പേരിലേക്ക് അല്ല, ഇവരുടെ തിരിച്ച് ഈ ലേഡിയുടെ പേരിലേക്ക് തന്നെ ആരോപിക്കാം. അവര് മരിച്ചോണ്ടല്ലേ ഇവര് അങ്ങനെ ചെയ്യാതെ അങ്ങനെ തീരുള്ളൂ. ഉത്തരം തേടുവാൻ കൂടാമോ? വെന്തുരുകും സൂര്യൻ മൊന്നാഴി ചെങ്കടലായി മുഞ്ഞുണളി വീഴുമ്പോൾ അത് നിങ്ങൾ പാടിക്കൂ. ഇപ്പോ നമ്മുടെ വിഷയം അതല്ല കേട്ടോ, നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി പാടാൻ പാടില്ല. എള്ളു വെച്ചിട്ട് പാട്ടങ്ങ് പാടിക്കോ, വീട്ടിൽ ഇരിക്കുമല്ലേ, വെറുതെ ഇരിക്കുവാണെങ്കിൽ ഒരു പാട്ടങ്ങ് പാടുക. മലബാർ അതല്ല, യേശുദാസ് മലബാർ എന്ന് പറയണെങ്കിലേ മലബാർ എന്ന് പറഞ്ഞ പുള്ളി ഇറ് പറയില്ലോ, പറയുള്ളൂ. ഗന്ധർവൻ ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുളിച്ചു നിന്നെ കുറിച്ചല്ലേ കുളിച്ചല്ലേ നിന്നെ കുറിച്ചു ഞാൻ പാടി രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം. അതാ കറക്റ്റ് സിനിമ. അതാണ് സംഗതി പറഞ്ഞു കേട്ടോ. സംഗതി തന്റെ 3 സംഗതികളില്ല. അങ്ങനെ പറയരുത്. ഇല്ല, ഉണ്ട് 3 സംഗതി ഇല്ലെന്ന് പറയരുത്. 3 സംഗതി ഇല്ല, അത് പറ്റത്തില്ല. അങ്ങനെ 3 സംഗതി വേണം. എനിക്ക് 3 സംഗതി ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കുന്നില്ല. താൻ പറഞ്ഞാൽ പോരല്ലോ, സംഗതി വരണ്ടേ. അതാ പറഞ്ഞ സംഗീതം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല സംഗതി. എന്നാ ശരി, ഞാൻ ഇട്ടു നോക്കാം. നിന്നെ കുറിച്ചു ഞാൻ കേക്കട്ടെ. ഇല്ല അത് കൊള്ളാം. 10,000 കൊടുക്കാൻ. എന്തായാലും വേറെ സാധനം ഉണ്ടല്ലോ, തിരിച്ചെടുത്തോ. അത് ഇങ്ങനെ എടുത്താണോ, വിട്ട് അങ്ങോട്ട് പോകരുത്. ഇതിങ്ങനെ മുകളിലോട്ട് വിടാൻ പറ്റുമോ? ഫാൻ ഓഫ് ചെയ്യണോ? എടുത്തു. 10,000 രൂപ. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിലും ശ്രുതി ചേർന്നു മൗനം. മൗനം, അതായത്
കണ്ടോ മൗ ഉ ഉ നം അതാണ് 3 സാധനം. എടോ അതായത് മൗ മൗ എന്ന് പറയുമ്പോ അങ്ങ് പോവാ മൂ മനസ്സിലായോ മൗ നം അതാണ് സംഗതി. കണ്ടിട്ടില്ലേ ഒരു പിടിക്കുന്ന ശ്രുതി ചേർന്നു മൗനം അതായത് മൗനം മൗനം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതല്ല കേട്ടോ. ശരിക്കും നമ്മുടെ വിഷയത്തിൽ നിന്നൊക്കെ നമ്മൾ എപ്പോഴും തെന്നിമാറി പോയി ആ ടോണി എന്ന് പറഞ്ഞവൻ ഇച്ചിരി വെട്ടി എവിടെയൊക്കെ ഇട്ടിട്ട് കണ്ടന്റ് പോലൊക്കെ ഇടുന്നുണ്ട്. ടോണി മാൽവെയർ ടോണി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടോണി മാൽവെയർ ഇൻസ്റ്റാഗ്രാമിൽ കയറി ടോണി മാൽവെയർ സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല അവനെ കൊണ്ട്. പിന്നെ നമ്മുടെ ഷിജിൻ റോയിട്ട് മൊട്ട ഇവര് അണ്ടർ റേറ്റഡാ. ശ്രദ്ധിക്കാതെ പോയ സാധനങ്ങളാ എന്തൊക്കെയോ മൊട്ട ഷിജിന്റെ സാധനം കണ്ടോണ്ടല്ലോ ഒരു രക്ഷയില്ല. എന്താണ് ഇവരത് ശ്രദ്ധിക്കാത്ത? മൊട്ടഷിജിനെ എന്താ പിടിക്കാത്തവർക്ക്? മൊട്ടഷിജിന് ഇന്നലെയൊക്കെ എന്തോ കാണിച്ചു ഒരുമാതിരിപ്പെട്ട എല്ലാരേലും വലിയ പരിപാടി അവതരിപ്പിക്കുന്ന ആളായ ഭയങ്കരന്. ഇവിടെ കേരളത്തിൽ മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല. അതുപോലത്തെ സാധനം വെടലത്തരമല്ല, പക്ഷെ അതാ വ്യത്യാസം. എന്നാ അപരാധം. കുറച്ച് ഇയാൾക്ക് കുറച്ച് ബോധമുണ്ടല്ലോ. പൊട്ടന്മാര് ഇമാതിരി പരിപാടി അവതരിപ്പിച്ചാണ്ടല്ലോ. പൊട്ടത്തരവും കൂടി എന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിനങ്ങോട്ട് എടുത്ത് പൊക്കി ഇപ്പൊ പറയുന്നത് പൊട്ടത്തരം അല്ലാത്തതുകൊണ്ട് അതാ പ്രശ്നം. സിജിനെ പറയുന്നതിൽ കാര്യമുണ്ട്. തമാശ രീതി പറയുന്നുണ്ടെങ്കിലും കാര്യമായതുകൊണ്ടും അവൻ എടുക്കുന്നില്ല. മാൽവെയർ പക്ഷെ അങ്ങനെയല്ല. അവനെ പൊക്കരുത് പോയി. അതിനെ കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. നേരത്തെ പറയാം, അത് പഠിക്കേണ്ട വിഷയമാണ്. ഈ ആറാട്ടൻ എന്താ ചെയ്തെന്നുള്ളത് നമുക്ക് അറിയണം. അവിടെ ഇട്ട് എന്താണ് അവർ ചെയ്യുന്നുള്ളത്. ഇവർ ഇയാളെ ജയിലിലാക്കിയത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു തരണം. അല്ല നമുക്കിത് മനസ്സിലായത് വെറുതെ അവിടെ പിടിച്ച് റിമാൻഡ് ചെയ്തു, അകത്താക്കി ഞങ്ങൾ കയറ്റിയിട്ടു, എന്നിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ ഇറക്കി വിടുന്നു. അയാൾക്ക് ഹിയറിംഗ് ഡിസബിലിറ്റി ഉണ്ട്. അതായത് 60% ചെവിക്ക് കേൾവിയുള്ള ഒരു അംഗവൈകല്യമുള്ള ഒരു മനുഷ്യനാണ്. മനസ്സിലായോ? അയാൾക്ക് മെഡിസിൻ ഉണ്ട്, പലതരത്തിൽ ചെവിക്കാത്തിടാൻ മെഡിസിൻ ഉണ്ട്. അയാൾക്ക് വേറെ പല മെഡിസിൻ അയാൾ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ അയാൾക്ക് കിട്ടിയിരുന്നോ? ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സാധനം എവിടെ? ഹ്യൂമൻ റൈറ്റ്സോ? വനിതാ കമ്മീഷൻ ഇല്ലാഞ്ഞ പോലെ ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലാണ്ടായി പോയോ? അതൊന്നും ഇല്ലടോ. ഇല്ലല്ലേ? അവരിതൊന്നും അറിയത്തില്ല. അവിടെ ചെല്ലണമായിരിക്കും പരാതിയും കൊണ്ട് ബോധിപ്പിക്കണം, അപേക്ഷ വെക്കണം. ബോധിച്ചിരിക്കുന്നു. ഹ്യൂമൻ റൈറ്റ്സുകാരല്ലേ? ഹ്യൂമൻ റൈറ്റ്സ് അങ്ങോട്ട് അല്ലാതെ ഹ്യൂമൻ റൈറ്റ്സ് ഇങ്ങോട്ട് വരും. പിന്നില്ല, അത് ഞങ്ങൾ ഇങ്ങനെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് വിചാരിക്കുന്നത് വെറുതെ എന്നോ ഉത്തരവാദിത്വം. അങ്ങോട്ട് ചെന്ന് നമ്മൾ അപേക്ഷിക്കണം. എന്റെ അവകാശങ്ങൾ നിഷേധിച്ചു സാർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ്. എന്ത് അവകാശമാണ് നിഷേധിച്ചത്? ഞാനൊരു രോഗിയാണ്. എന്ത് രോഗി? ഓക്കെ, ചെവി ചെവിക്കാതുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതിന്. അത് അയാൾക്ക് മേജറായിട്ട് സർജറി കഴിഞ്ഞിട്ടുള്ളതാണ്. അയാൾക്ക് ഈ പ്രശ്നമുണ്ട്. ഇതിപ്പോഴല്ല അറിയുന്നത്, ഇത് കഴിഞ്ഞിറങ്ങി ചിലപ്പോൾ പലരും കളിയാക്കും. മനസ്സിലായി? ആറാട്ടനെ ഉറപ്പായിട്ടും ജയിലിൽ കയറിയതിനെ പറ്റി ആരെങ്കിലും കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏക ട്രിഗർ ആവും. അയാൾ നോക്കിക്കോ, അയാൾ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യും. പോലീസുകാരാണ് അതിന് ഉത്തരവാദികൾ. സ്റ്റേറ്റ് ആണ് പോലീസ് ഒന്നും കടമൊക്കെ കയറിയിട്ട് കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുമ്പോൾ സെന്റ് അടിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടില്ലേ, മറ്റേ വയനാട്ടിലെങ്ങാണ്ട് ഒരു DCC പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തു. നല്ല പരിപാടിയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിനകത്ത് ഈ കൈക്കൂലിയും കോഴയെന്നൊക്കെയാ പറയാൻ. ഏതാണ്ട് നിയമനത്തിന്റെ പേരിലൊക്കെ കാശ് മേടിച്ചിട്ട് പറ്റിച്ചു കഴിഞ്ഞിട്ട് ഇയാളെയൊക്കെ ഇടയ്ക്ക് നിർത്തി ഇത്രയും ലോലനായി അവരെല്ലാം ഊരി വലിയ സുഖമായിട്ട് അവരവരുടെ മക്കൾക്ക് പൂക്കൾ ഷഡ്ഡി വാങ്ങി കൊടുത്തിട്ടുണ്ടേ. പൂക്കളിൽ മഴയിൽ ഞാൻ നനയുന്നു, പൂക്കൾ ഷഡ്ഡി. ഇവരൊക്കെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഷഡ്ഡി ഇട്ടുകൊണ്ട് മോളൊക്കെ ഇങ്ങനെ നടക്കുക ഇതുവഴി. ആ പാവക ആത്മഹത്യ ചെയ്ത സാഹചര്യം കൊണ്ട് പൈസ കൂലി മേടിച്ചിട്ട് അത് പൂക്കൾ ഷഡ്ഡി മക്കൾക്ക് മേടിച്ചു കൊടുത്ത മാന്യരെ ഭാര്യയ്ക്കും മക്കൾക്കും സൂപ്പർ നന്നായിട്ടുണ്ടാ. പല അർഹതയില്ലാത്തവരും ജോലിക്ക് കയറ്റാനായിട്ട് കൈക്കൂലി മേടിച്ചിട്ട് ഇവിടെ മയിരെന്ന് പറഞ്ഞ ആറാട്ടനെ പൊക്കിയിട്ട് അകത്തിട്ടേക്കുന്നു. മയിരെന്ന് പറഞ്ഞപ്പോ എന്നെ പൊക്കി, മറ്റേ അവനെ
അതുവഴി വണ്ടി ഓടിച്ചോണ്ട് പോയപ്പോ ഒരുത്തരം കണ്ട് വണ്ടി മറിഞ്ഞ് മുന്നിൽ വീണപ്പോ ഈ യൂട്യൂബർ മണവാളൻ കാറിനകത്ത് വെള്ളം കയറിയപ്പോ സഞ്ജു ടെക്കി വേറെ ആരെയൊക്കെ ഇടയന്മാര് പൊക്കി ചെയ്ത് ആ തൊപ്പി വളി എന്ന് പറഞ്ഞപ്പോ പൊക്കി വളി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, വളി വിടാം, അതൊന്നും പ്രശ്നം. വളി വിട്ടവനെ അടിച്ചിട്ടുണ്ട് പോലീസ് ഒരു പ്രാവശ്യം. അത് കൊല്ലത്തെങ്ങാണ്ടുള്ള അതുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇവരെ എന്താ പൊക്കാത്ത ഇത് പറഞ്ഞല്ലോ എടാ ഇപ്പൊ ഇതെല്ലാം ആലോചിക്കും. വളി അടിച്ച് ശരിയാക്കി കാലൊക്കെ തകർത്തു വെച്ചു പോട്ടെ. അല്ല അവർക്ക് ഇതേ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ ഈ പറഞ്ഞ കേസൊക്കെ പിടിക്കാൻ ചെന്നാൽ ചിലപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിടിച്ചു നിർത്താൻ പറ്റുമോ? എടോ അതല്ല പോട്ടെ, അത് പോട്ടെ 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 പോട്ടെ. ഇപ്പൊ ഇപ്പൊ അപ്പൊ അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ, ഇവിടെ കൈക്കൂലി മേടിച്ചവരുണ്ട്, ആരുടെയൊക്കെയോ പേരുകളുണ്ട്, അതെല്ലാം അയാളുടെ മരണക്കുറിപ്പിലുണ്ട്. ഇത് കാരണമാണ് അയാൾ ആത്മഹത്യ ചെയ്തെന്നൊക്കെ ഉണ്ട്. മകനെയും കൊന്നു, മനസ്സിലായോ? ഇത്രയും ബാക്കിയുള്ളവരോട് മാനസികമായിട്ട് പ്രശ്നമുള്ള പയ്യൻ, എന്തോ ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ള കൊച്ചായിരുന്നു, അതിന് വിഷം കൊടുത്ത് അതിനെ കൊന്നിട്ട് ഇയാൾ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് അയാൾ ഒരു എഴുത്തും കൂടി എഴുതി വെച്ചു, പാർട്ടിയെ നാണം കെടുത്താൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ എന്റെ കുടുംബത്തെ ബാക്കിയുള്ളവരെ സംരക്ഷിച്ചോളണമെന്ന് എന്തോ പറഞ്ഞിട്ട് കൊച്ചിനെ നോക്കേണ്ട അവസ്ഥയുണ്ട്. ശരി, അയാൾ ചിലപ്പോഴോ അയാൾക്ക് ഈ പ്രശ്നമുള്ള ഒരാളെ പിടിച്ച് ഇതിനകത്ത് പെടുത്തിയിട്ട് ബാക്കി മാന്യന്മാര് മുങ്ങിയിട്ട് ഇതിനകത്ത് എപ്പോഴും പെടുന്ന ഒരു കാര്യമുണ്ട്. എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, ഒന്നെങ്കിൽ ഒരു ആറാട്ടണ്ണൻ, അല്ലെങ്കിൽ ഒരു തൊപ്പി, അല്ലെങ്കിൽ ഒരു ചെകുത്താനൊക്കെ ഇരയാവത്തുള്ളൂ. ബാക്കിയുള്ള സകല മാന്യന്മാരായിട്ട് അവിടെ ഇരിക്കും. അവർക്ക് ചില കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും, എല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെയാണ് ഈ പറഞ്ഞ ആള്. ഇയാൾ പാവം പെട്ട് അയാൾ മരിച്ച ഇത്രയും വലിയ മരണം ഇതുപോലൊരു സാധുവായ ഒരു മനുഷ്യന്റെ DCC ട്രഷറർ എന്നൊക്കെ പറഞ്ഞ ബാങ്കിലെ നിയമത്തിന് വാങ്ങിയ കോഴ. ഇത്രയും കേട്ടല്ലോ, ഇല്ല കേരളം മുഴുവൻ അറിഞ്ഞല്ലോ. ബാക്കിയുള്ളവരിവിടെ ആ ആറാട്ടനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് അവരെ ഒന്ന് അകത്തിടാവോ? നടക്കുവോ? പറ്റുമോ? നടക്കുവോ? ആരുടെയെങ്കിലും ഒരു പേരെങ്കിലും ഒന്ന് അറിയിക്കാൻ ഒന്നും ചെയ്യില്ല. 2 പേരാ മരിച്ചേക്കുന്നത്. ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഒരു നാട്ടിൽ ആത്മഹത്യകൾ കൂടുമ്പോൾ, കൊലപാതകങ്ങൾ കൂട്ടുമ്പോൾ, ഇവിടെയുള്ള യൂട്യൂബർമാരെ പിടിച്ചകത്തിട്ടാൽ നാട് നന്നാകുമെന്നുള്ള പഠനം നടത്തിയ ശാസ്ത്രജ്ഞനെ ഒന്ന് കാണിച്ചാലും മതി. ആ മഹാമനുഷ്യനെ ഒന്ന് അറിയാനാ. അയാൾ ആരാണ്, അയാൾ എവിടെ നിന്നാണ് ഇത് കണ്ടുപിടിക്കുന്നത്, അയാളുടെ പ്രബന്ധങ്ങൾ വായിക്കാൻ, അയാളുടെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പഠനം നടത്തി ഞങ്ങൾക്കെല്ലാം എന്തെല്ലാം കാര്യങ്ങളല്ലേ. പിന്നെ ആറാട്ടനെയും ഞാൻ ഒരു പൊട്ട വീഡിയോ ഇട്ട് ഇതിന് പരാതി കൊടുത്തു, മനസ്സിലായോ? അപ്പൊ അതിന് എന്തൊക്കെയോ ഇടയ്ക്ക് വാർത്ത കേട്ടു. ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ആരെയാ ഈ പറയുന്നതെന്ന്. പിന്നെ ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഈ പറഞ്ഞ ആളുകളെ, അതായത് ഈ പരാതി കൊടുത്ത സ്ത്രീകളെ അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. ഉള്ള കാര്യം പറയാല്ല. ഇവിടുത്തെ ഒരു മിത്ത് പോലെ. ആറാട്ടനൊരു മിത്ത്, ചെകുത്താൻ അതിലും വലിയ മിത്ത്, ഈ കൂടോത്രം, മന്ത്രവാദം, പ്രാർത്ഥനയൊക്കെയാണോ ഇതിന് കാരണം? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ആ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചു വെക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് ദിവസമായി. അത് കഴിഞ്ഞ് ഏതൊക്കെയോ പാവപ്പെട്ട പെണ്ണുങ്ങളെ പീഡിപ്പിച്ചതിൻ്റെ കഥയും കൊണ്ട് വന്നപ്പോൾ എല്ലാവരും പറയാം ചെകുത്താനോട് കളിച്ചുകൊണ്ടാണ്. ഇങ്ങനത്തെ സാധനമൊക്കെ പറയുമ്പോൾ അടുത്ത ആറാട്ടണം കയറിയപ്പെടുന്നതാണ്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. കാരണം ആറാട്ടനും പറഞ്ഞുകൊണ്ട് നടക്കുമോ, അവരുടെ ഓർക്കത്തുണ്ടോ? ആറാട്ടൻ എന്നെക്കാൾ വലിയ പുള്ളിയാകാൻ വേണ്ടിയിട്ട് പറഞ്ഞ് എന്നെയാണ് ആദ്യം പിടിച്ചത്. ഇതുപോലത്തെ സാധനത്തിൻ്റെ ഈ പറയുന്നേ അതിനെ നമ്മൾ മാക്സിമം പറഞ്ഞു, നരകത്തിലെ തീച്ചൂളയിൽ കിടന്ന് പൊള്ളി മരിക്കും എന്നൊക്കെ പറയുന്ന പൊട്ട ഒരു വീഡിയോ. അതിന് വരെ ഭയങ്കര പരിപാടി നടക്കാൻ പോവാ. ഇവിടെ അന്വേഷിക്കണം, പോലീസ് തപ്പണം, എന്നിട്ട് ഇനി അത് വന്ന് പിടിക്കണം. ഷാജസ്കറിയെ പിടിച്ചത് എന്തിനാണോ അത് എനിക്ക് അവരുടെ ഓക്കെ. അയാൾ ഇപ്പൊ ഒരു 2-3 ആയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷാജസ്കറിയുടെ ഒത്തിരി കേസ് ഉണ്ടാവും, നമ്മൾ അറിയത്തില്ല. എനിക്കറിയാം ഒരു കേസ്, അതിന് അയാൾക്ക് നല്ല പ്രശ്നമുണ്ട്, തിരുവല്ല കോടതിയിൽ വന്നു പോകാറുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ കേസാണ്, എനിക്ക് അവരെ പേഴ്സണലി അറിയാവുന്നതാണ്. ഞാൻ അത് കഴിഞ്ഞ പിന്നെ ഇയാളെ കുറേ പ്രാവശ്യം ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ട് എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് നേരിട്ട് മനസ്സിലായൊരു കാര്യമാണ്. എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ പറയും, അതിനിപ്പോൾ എന്ത് സംഭവിച്ചാലും ഞാൻ പറയും. ഇയാൾ എന്നെ എന്തോ ചെയ്തെന്ന് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അത്ര അറിയാനാ അയാൾ എന്ത് ചെയ്താലും അല്ല ഞാൻ പറയുക. ഇനി ഇവരെല്ലാം കൂടെ വന്ന് എതിർത്താലും നമ്മൾ ഈ സാധനം ഇത് അറിയാവുന്നിടത്തോളം കാലം ഇത് നമ്മൾ പറയും. മനസ്സിലാകുന്നില്ല? ചിലപ്പോൾ ഇവനെ ഇനിയും പറയും, വേറെ എല്ലായിടത്തും കിട്ടിയാലൊക്കെ പറയണം. മനസ്സിലായോ? ഇവൻ വെറുതെ കൊണിച്ചം പറയണ ഇവന്റെ പരിപാടി കാണുന്നവർക്ക് വല്ല തലക്കോളം ഉണ്ടോ?
ഞാൻ കണ്ടിട്ടില്ലെന്നേ, എനിക്ക് കേൾക്കുന്നതേ കാര്യം ഇങ്ങനത്തെ മോഹൻലാലിന്റെ സിനിമ, ഷാജൻ സ്കറിയയുടെ വീഡിയോ ഒരേ നിലവാരത്തിലുള്ള പരിപാടികളാണ്. ആ പരിപാടികൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ബിഗ് ബോസ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇതെന്താ ഏത് തരം ആൾക്കാരാന്നുള്ളത്. എന്ത് ബോധം ഉണ്ടാവും അവർക്ക്. ആ ആത്മഹത്യ ചെയ്തപ്പോ ആ പാവം കുടുംബം അവര് ആ പറഞ്ഞ കോഴ എവിടെയാ ബാങ്ക് നിയമനം. അപ്പോൾ ഒരുപാട് നിയമനങ്ങൾ അനധികൃതമായി നടന്നു, കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അല്ലേ സാറേ സത്യമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് സാറേ പറ്റുമെങ്കിൽ പറയണം സാറേ. അതുകൊണ്ടാണ് സാറൊക്കെ വലിയ ആൾക്കാരാ ഇവിടെ സാറുമാരെല്ലാം വലിയ ആൾക്കാരാണ്. എല്ലാം വലിയ സാറുമാരും അത് അറിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ പാവപ്പെട്ട ആറാട്ടനെ ഒന്ന് ഇറക്കി വിട്ടിട്ട് അതിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് ആ ബെഡേലൊന്ന് കിടത്താൻ, അല്ലെങ്കിൽ ആ ലോക്കപ്പിൽ നിർത്തി ഒരു ഫോട്ടോ എങ്കിലും ഒന്ന് എടുത്തിടാൻ പറ്റുമോ? ഈ വമ്പം പുള്ളികളെയൊക്കെ പിടിച്ചപ്പോ ഒരു ഫോട്ടോ വന്നോ? ലോക്കപ്പിൽ അഴിക്കുള്ളിൽ നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വന്നിട്ട് അതൊന്നും എന്തായിരുന്നു ആലോചിക്കും. വിഷയം പോട്ടെ, മറ്റവൻ ഒരുത്തനെ പീഡന കേസിൽ പ്രതിയായി അവനെ ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തിട്ട് കിട്ടുന്നില്ല. സുപ്രീം കോടതിയിലും കണ്ടുപോയി ജാമ്യം എടുത്തോണ്ട് വന്നപ്പോഴും പോലീസിന് ഇയാളെ കണ്ടെത്താൻ പറ്റുന്നില്ല. നമ്മളെയൊക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലുക, അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് കള്ളവാർത്ത കൊടുക്കുന്നു. തലേദിവസം ഞാൻ അബ്സ്കോണ്ടിങ് ആണെന്ന് പറഞ്ഞ് കള്ളവാർത്ത കൊടുക്കുന്നു. ഞാൻ തന്നെ അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക ഇതേ CIയോട്. ഞാൻ നാളെ രാവിലെ വരുന്നതിനെ കുറിച്ച് അയാളോട് പറയുക. പക്ഷേ അയാൾ പറയാം, നീ അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞാനല്ല പറഞ്ഞത്, അത് വാർത്തക്കാരാ പറഞ്ഞത്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എന്നെ അറസ്റ്റ് ചെയ്തെന്നപ്പോ ആരാ പറഞ്ഞത്? ഫോട്ടോ ലോക്കപ്പിൽ ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചേക്കുന്നു. ഞാൻ തിരിച്ചു വരുമ്പോ കാണുന്ന സീൻ ഇതാ. അപ്പോഴാ മനസ്സിലായത് ഇത് ഇത്രയ്ക്കും തരം താന്ന അന്തസ്സില്ലാത്ത. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന് കണ്ടല്ലേ പറഞ്ഞത്? അതെ, അത് ഏഷ്യാനെറ്റുകാരാ. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. എന്താടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ജീവിക്കാനേ ഇവർക്ക് പറ്റുന്നുള്ളൊരു ഗതികേടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മളൊന്നും ഇതുവരെ കള്ളം പറഞ്ഞ് ജീവിച്ചിട്ടില്ല. ഉള്ള കാര്യം പറയില്ല, ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ല. ഇത്രയും കൊല്ലം വീഡിയോ ഇട്ടിട്ട് ഏതെങ്കിലും കള്ളത്തരം പറഞ്ഞ ഒരു വീഡിയോ കൊണ്ട് എടുത്ത് കാണിക്കും. ഇഷ്ടം പോലെ കിടപ്പുണ്ട് യൂട്യൂബിൽ. 2000 വീഡിയോ ഇട്ടു. 2000 വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര മണിക്കൂർ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയും കാലമായിട്ട് താൻ ഈ മറ്റേ പരിപാടി ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. എന്തത് ഈ എന്താണ് ഈ പരസ്യം പ്രോഡക്ട്സ് നമ്മൾ മാർക്കറ്റ് ചെയ്യത്തില്ല, ലൈക്ക് ചെയ്യാൻ പറയത്തില്ല, ഷെയർ ഇടത്തില്ല. എന്റെ വീഡിയോ ആരും കാണണ്ട, സബ്സ്ക്രൈബും ചെയ്യണ്ട. കണ്ട് ടൈറ്റിൽ തന്നെ കണ്ടിട്ടില്ലേ? അത്രേ ചെയ്യത്തുള്ളൂ. ഇത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിനിടെ വന്നിട്ട് എന്നെ പിടിക്കാൻ നടക്കുക. MDMA ഉണ്ടോ, കഞ്ചാവുണ്ടോ, കുളിക്കണം. എടാ ഞാൻ കഞ്ചാവെന്ന് പറഞ്ഞ് ഇത്രയും കൊല്ലം ഇവര് സമയം കളഞ്ഞേ. എന്നിട്ട് പിടിച്ച ആരെയൊക്കെയാന്ന് നോക്ക്. സാഗരെടുത്ത് റെയ്ഡ്, സകല പുള്ളികളെയും പിടിച്ചെന്ന്. ഇതിപ്പം മെയിൻ കക്ഷികളുടെ വീട്ടിൽ ചെന്ന് ചിലപ്പോ അവിടെയും കാണും, ലേഹ്യമൊക്കെ കാണും. അത് കാണും ചിലപ്പോ. അവര് ലേഹ്യം കുടിച്ചാ കിക്കാവുന്നതെന്ന്. പോട്ടെ, എന്തിനാട്ടെ. അപ്പോ ഇതുപോലെ ഇത്രയും കൊല്ലം ഇത് പറഞ്ഞു. എനിക്കിത് ഉപയോഗിക്കാൻ പറ്റാത്തോണ്ടാട്ടോ ഉള്ള കാര്യം ഞാൻ പറയാലോ. എല്ലാവരും പറയാൻ പറ്റത്തില്ല. ഇതതിൻ്റെ അല്ല. കഴിഞ്ഞ ദിവസം പനിയായിരുന്നു, അത് കഴിഞ്ഞൊരു നടുവേദന ഉണ്ടായി. അതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. ചെറിയ വീഡിയോ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ക്ഷമിക്കണം. പരിപാടിയിൽ തുമ്മലും പനിയൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ അല്ല, കഞ്ചാവ് അടിച്ചിട്ടല്ല ഈ ചുമ വരുന്നത്. എനിക്ക് പൊടി അലർജി, അതുകൂടെ പറയാം. അപ്പോഴാണ് ഞാൻ വേറെ കുറെ പൊടി വലിച്ചു കയറ്റുമോ. ഞാനിവിടെ വന്നവരോട് പറഞ്ഞു ഇതൊക്കെ നല്ല വൃത്തിക്കാണല്ലോ ഇട്ടേക്കാൻ. എനിക്ക് പൊടി അലർജിയാന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായോന്ന് തന്നെ അറിയത്തില്ല. എനിക്ക് പൊടി അലർജി ആയതുകൊണ്ട് ഞാൻ ഇത് വൃത്തിക്ക് സൂക്ഷിക്കും. കാരണം എനിക്കിവിടെ പൊടിയുണ്ട്. തുമ്മി ഒരു ദിവസം എന്നെ മൂക്കി ഇങ്ങനെ കാണിച്ച് പരാതിയുണ്ട് എല്ലാവർക്കും. എപ്പോഴും ഇതില്ലാത്തൊരു ദിവസം എനിക്കില്ല. അത് ഇത്രയും ക്ലീൻ ആക്കി വെച്ചിട്ടും കൂടാന്ന് ഓർത്തണം. എവിടെന്നേലും ഒക്കെ ഇച്ചിരി പൊടി അടിച്ചാലും മുറിക്കാത്ത പ്രത്യേകിച്ച് അതാണ്ട് ഇവിടെ പൊക്കി എടുത്ത് കാണിക്കാൻ വേണം. ഇനി അതൊന്നും കണ്ടില്ലെന്ന്. ഇതാണ് എയർ പ്യൂരിഫയർ. ഇതധികം വേറെ വീട്ടിലില്ല. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ഡസ്റ്റ് അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇതൊക്കെ വെറുതെ മേടിച്ച് വെച്ചോ, വലിയ പ്രയോജനമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും പറയാൻ പറ്റത്തില്ലല്ലോ. ഇനി ഇച്ചിരി പൊടിയെങ്കിലും വലിച്ചുകൊണ്ട് പോകുന്ന പോട്ടെ. ഈ പോളൻസ്, ഈ കോട്ടൺ, ഫാബ്രിക് ഡസ്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ പ്രശ്നമാണ്. എൻ്റെ ഒരു ബെഡ്ഷീറ്റ് എനിക്കൊരു 3-4 ദിവസം കൂടി ഇരിക്കുമ്പോൾ അലക്കിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ പൊടി വലിച്ചു കയറ്റുക, പുക വലിച്ചു കയറ്റുക, ഇതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ബോധമുള്ളവർ നിർത്തിക്കോളും. മനസ്സിലായില്ലേ? എല്ലാവരും സിഗരറ്റ് ഞാൻ വലിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. വല്ലപ്പോഴും ഇരുന്ന് ഇങ്ങനെ എന്ന് കാണിച്ചു വിടുന്ന എന്നോട് വന്നിട്ട് ചോദിക്കുക കഞ്ചാവ് അടിക്കുവോ? എടേ ഈ പറഞ്ഞവർ അടിക്കുന്നവരെയൊക്കെ എനിക്ക് വളരെ അറിയാവുന്നുണ്ട്. ഞാൻ പല അടിക്കാരുടെ പോയിരുന്നിട്ടുണ്ട്, ബാറിൽ പോയിരുന്നിട്ടുണ്ട്. ഇന്ന് അവർ ഏതെങ്കിലും ഒരു ബാറിൽ ഞാൻ കള്ളം കുടിക്കുന്ന കണ്ടോ എന്ന് നോക്കട്ടെ.
എടാ കള്ളു കുടിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ വല്ലപ്പോഴും പുറത്തൊക്കെ ആരെങ്കിലൊക്കെ വലിക്കുമ്പോൾ ഇങ്ങനെ മേടിച്ചിട്ട് ഇത് ഞാൻ കാണിക്കും, മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ സിഗരറ്റ് മേടിച്ച് വലിക്കാറില്ല. ചുമ മാറി കേട്ടോ, കുഴപ്പമില്ല. കഫ് സിറപ്പ് ഒന്നും കുടിക്കാതെ ഇരുന്നു, അതുകൊണ്ട് കുറച്ച് ദൂരം എടുത്തു, അല്ലെ പെട്ടെന്ന് മാറിയാൻ. അപ്പൊ ഇത് എനിക്ക് പിന്നെ ഉണ്ട് പ്രശ്നങ്ങൾ. ഇപ്പൊ ഇതുവരെ നിങ്ങൾ ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളെ അറിഞ്ഞിട്ടുള്ളെന്നുള്ളതാ. ഇനി അടുത്ത പ്രാവശ്യം ചിലപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കണേ അതും ഞാൻ കൊടുക്കും. എല്ലാം മെഡിക്കൽ ചെക്കപ്പുകളും ഇതെല്ലാം നടത്തി എല്ലാ മാസവും ബ്ലഡും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത എല്ലാം ചെക്ക് ചെയ്യേണ്ട ഗതികേടിലിരിക്കും. അതിനിടെ വന്ന് ഇവിടെ കയറി വന്ന് കഞ്ചാവ് ഒന്നും തപ്പരുത്. എനിക്ക് ആ അഭിപ്രായം പോവാ ഈ പോലീസിനെ പറ്റിയും എക്സൈസിനെ പറ്റിയൊക്കെ. ഇനി ആരെങ്കിലും കൊണ്ട് വെക്കണം ഇവിടെ, കൊണ്ട് പാത്ത് ഞാൻ അറിയാതെ ഇവിടെ വെച്ചിട്ട് എന്നെ അങ്ങ് പിടിപ്പിക്കും. താൻ ഈ കേസിൽ വേറെ പ്രശ്നമുണ്ട്. താൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടെ കഞ്ചാവ് അടിക്കുന്നവർ ഇതാണോ പറയുന്നത് ബോധം, അതായത് ഈ വക സാധനമൊക്കെ ആൾക്കാർ വെറുതെ ഇരുന്നങ്ങ് പറയൊന്നുമില്ലല്ലോ. ഇതൊക്കെ പറയാൻ ഇത് എങ്ങനെ ഇവൻ ആലോചിക്കുന്നത്? അപ്പൊ ഒന്നെങ്കിൽ താൻ കഞ്ചാവ് അടിക്കണം, അല്ലെങ്കിൽ തനിക്ക് നല്ല ബോധമുള്ള. ഞാനൊരു കാര്യം പറയട്ടെ, രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഒന്നെങ്കിൽ പ്രാന്തായിരിക്കണം, അല്ലെ പ്രാന്തില്ലായിരിക്കണം, അല്ലെ കഞ്ചാവ് അടിക്കണം, ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറയുന്നുണ്ട്, നിങ്ങളൊരു ഒരുപാട് കഞ്ചാവോ MDMA ഒക്കെ എൻ്റെ ഇത്താ, എന്നിട്ട് എല്ലാ ദിവസവും നോക്കാം ഞാൻ അടിച്ചോ, ഇനി അടിക്കുവോ, ഒരു വർഷം കൊണ്ട് വെച്ചോ, വേണേ നിരീക്ഷിക്ക്, ഞാൻ വേണേ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് വിധേയനാവാം. ഇനി അഥവാ ഞാൻ ഉപയോഗിച്ചാൽ അതെന്തോരം ഞാൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ഡോക്ടർ പറഞ്ഞുകൊണ്ടല്ലോ എനിക്കിത് ഉപയോഗിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഇവിടെ ഉള്ളവർ കള്ളു കുടിക്കുന്നതും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയാ, മനസ്സിലായി? പലർക്കും കള്ളു കുടിക്കാൻ അറിയില്ലല്ലോ. കള്ളു കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കള്ളു കുടിക്കാൻ അറിയാൻ പാടില്ല. എങ്ങനെ കള്ളു കുടിക്കാൻ അറിയില്ല. എടോ ഞാൻ പറഞ്ഞു, ജീവിതം തകർന്ന ഒരു ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുടിച്ചു തീർക്കുന്നവരെ കൂടി ഇത്രയും പ്രശ്നം ഉണ്ടായി. ഇതിനകത്ത് ഡി അഡിക്ഷൻ സെന്റേഴ്സ്, ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആക്സിഡൻസ്, കുടുംബ പ്രശ്നങ്ങളൊക്കെ കള്ളല്ലാന്നോ? അത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഈ കള്ളടിക്കുന്നവരെ കൊണ്ടുപോയി ഈ പറഞ്ഞ പോലെ അതിന് റെസ്ട്രിക്ട് ചെയ്യാൻ എന്ത് സൊല്യൂഷനാണ് ഇവർ ഉണ്ടാക്കിയത്? എടോ കാർഡ് കൊടുക്കണം, സർട്ടിഫിക്കറ്റ് ആൾക്കാരായിരിക്കണം അവരൊക്കെ. കൂടുതൽ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് ഭാര്യയോ അമ്മയോ അല്ല പേരൻസോ കുട്ടികളോ പറഞ്ഞാൽ, അല്ലെങ്കിൽ അയൽവക്കക്കാർ പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും അയാളെ പോലീസ് ഈ പറഞ്ഞ പോലെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇയാൾ ഇങ്ങനെ പ്രശ്നമുള്ള ആളാണ്, അയാൾക്ക് ശരിക്കും സൈക്കാട്രിക് കംപ്ലൈൻറ്റ് ഉണ്ട്, അയാൾക്ക് ട്രീറ്റ്മെന്റിനുള്ള സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുക, കാശ് മുടക്കണ്ട. എന്ന് പറഞ്ഞാലേ ഒരാൾ ആൽക്കഹോളിക് ആണെന്ന് പറയുന്നത് അയാളുടെ കുഴപ്പമാണ്, അയാൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്യുന്ന പോലെയാണ് ഈ ആളുകൾ ഇതിനെ നോക്കി കാണുന്നത്. ഇയാള് വേറെ തരത്തിലങ്ങ് മാറ്റി നിർത്തും സൊസൈറ്റി, അങ്ങനെ ആൾ വിടും. അവൻ അതൊരു രോഗാവസ്ഥ എന്ന് മനസ്സിലാക്കി അയാളോട് തുടങ്ങുമ്പോൾ അറിയത്തില്ലേ? ഇത് തുടങ്ങുമ്പോൾ അറിയത്തില്ല. ഇത് തുടങ്ങുമ്പോൾ അറിയാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലേ ഇവിടെ ബാറും ബീവറേജസും ഒക്കെ. അവിടെ നിന്ന് അവനെ എന്താ അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് രക്ഷപ്പെടുത്താത്തെ? ഇവർ ഇത്രയും ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ, മദ്യത്തിന് ഏറ്റവും കൂടുതൽ ടാക്സ് ഉള്ള കേരളത്തിലാണ്. ഇത്രയും പൈസ മേടിക്കുന്നത് എന്തിനാ? ഈ സാധനം അവിടെ കൊണ്ട് വെക്കുന്നതിനോ? അതല്ല എൻ്റെ ഉത്തരവാദിത്വം. അത്രയും ടാക്സ് മേടിക്കുന്നുണ്ട്, അത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കണം, അല്ലെ അവർക്ക് അതിനുള്ള കെയർ കൊടുക്കണം, ഹെൽപ്പ് ചെയ്യണം ആൾക്കാരെ. അവര് അതിനകത്ത് പിന്നെ അവന്റെ കാശ് കൂടെ മുടിക്കുക, പിന്നെ അവന്റെ നിന്ന് കാശ് അടിക്കാൻ നിൽക്കുക, പോക്കറ്റ് അടിക്കുന്നതും പിടിച്ചു പറിക്കുന്നതും പോലത്തെ ഒരു പരിപാടിയല്ലേ അത്? ഈ പാവപ്പെട്ടവൻ അവൻ അറിയുന്നുണ്ടോ അവൻ എന്തോ കുടിക്കുന്നതെന്നും അവൻ എന്തുകൊണ്ടാണ് റോഡിൽ കിടക്കുന്ന പോലും അറിയാതെ റോഡിൽ കിടന്നും വണ്ടി ഇടിച്ച് മരിച്ചവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവന്റെയൊക്കെ കാശ് പിടുങ്ങിയിട്ട് നീയൊക്കെ ശമ്പളം ഉണ്ടാക്കുന്നുണ്ടല്ലോ, നാണോ ഉളുപ്പും ഇല്ലാതെ. എന്തൊരു തെണ്ടിത്തരവാ. ടൊബാക്കോ കാസസ് ക്യാൻസർ, ഒരിടത്ത് പോകോ അടുത്ത് കരിയെന്നും പറഞ്ഞ് കുറെ ഡയലോഗ് അടിച്ചു വെച്ചിട്ട് എല്ലാ സിനിമയുടെയും കോണത്തിൽ എഴുതി വെക്കും. എന്തിന്? ഇതിനകത്തുനിന്നുള്ളതെല്ലാം മേടിച്ചിട്ടല്ലേ നീയൊക്കെ തിന്നുന്നേ? ഉദ്യോഗസ്ഥരാണ് പോലും. എന്തിനാ ഈ ഫുഡ് പോയിസൺ, ഇത്രയും പൊല്യൂഷൻ, ഇത്രയും ട്രാഫിക്, ഇത്രയും പാലം പൊളഞ്ഞു വീഴൽ, അതിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക കുഴപ്പം എങ്ങനെ വേടൻ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയാം. പോട്ടെ, ഈ തൊപ്പിക്ക് എന്താ ഇത്ര കുഴപ്പം? ഈ ആറാട്ടൻ കാരണമാണ് ഈ പാലാരോട്ടം പാലമൊക്കെ ഇടിഞ്ഞു വീണത്. അല്ല അറിയാൻ വേണ്ടി ചോദിക്കുക അല്ലേടോ? ഇനിയിപ്പം മെട്രോയുടെ ഒക്കെ കാര്യം എന്താവോ എന്തോ. ഏതോ പാലത്തിന്റെ അടിയിൽ ഇത് തുരുമ്പിച്ച് കമ്പിയൊക്കെ വെച്ചുകൊണ്ടിരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അന്നിടയ്ക്ക്. അതൊന്നും പിന്നെ ആരും മിണ്ടിയില്ല. ഈ പറഞ്ഞ മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുമ്പോഴും ആറാട്ടനെ പിടിച്ച് ജയിലിട്ടിട്ട് വാർത്ത അടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പൊട്ടന്മാരെല്ലാം കൂടെ ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ടോ ഫ്ലഡ് ഉണ്ടായപ്പോൾ സരിതയുടെ ക്ലിപ്പ് ഇറങ്ങിയെന്ന് ചോദിച്ച് വന്നവന്മാരുണ്ട് അന്ന്. ഓർക്കുന്നുണ്ടോ? ഇവിടെ വെള്ളം മുങ്ങി ആദ്യത്തെ ഒരു ഏതോ ആ ഫ്ലഡിൽ തന്നെ ആണോ എന്നറിയത്തില്ല, എവിടെ വെള്ളം പൊങ്ങിയൊരു സംഭവം ഉണ്ടായി അന്ന് തന്നെ ഞാൻ തോന്നുന്നു. അത് 2018 18-ലാണോ ഈ സരിതയുടെ പ്രശ്നം ഉണ്ടാകുന്നത്?
ആ സമയത്ത് ആ സമയത്ത് എന്തോ ഇങ്ങനത്തെ ഒരു വാർത്ത നടക്കുന്നുണ്ടേ. അപ്പൊ ഇതുപോലെ എന്തോ ഒരു നാച്ചുറൽ കലാമിറ്റി, ഇപ്പൊ മഴ തന്നെയാ, അവിടെ കുറെ സ്ഥലങ്ങൾ ഇതേപോലെ വെള്ളം പൊങ്ങിയ സീൻ ഉണ്ടായപ്പോ, ആ ഫ്ലഡ് അല്ല കേട്ടോ, അതിന് മുമ്പ് ഒരു ചെറിയ സംഭവമാണ്. അപ്പൊ ഇവര് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ വാർത്തയും കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധയും സരിതയുടെ ക്ലിപ്പ് ഇറങ്ങിയോന്ന് ചോദിച്ചോണ്ടാ. ഒരു വ്യക്തി നോക്കിയാൽ സരിത എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, ഇവിടുത്തെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ പല സ്ത്രീകൾക്ക് ഒരു ഇതായിരുന്നു, എന്താ പറയുക, മോട്ടിവേഷനാണ്. കാരണം ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതിന് മുമ്പ്. അത് ഇങ്ങനൊരു ഹൈപ്പ് വന്നേ പിന്നെ ഒരുപാട് പെൺപിള്ളേർ ഇതുപോലത്തെ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ പോലും അവർ ആത്മഹത്യ ചെയ്യണ്ട എന്നുള്ളൊരു ഇത് കൊടുത്തത് കേരളത്തിൽ സരിതയാണ്. അതിന് മുമ്പ് ഇഷ്ടം പോലെ പ്രശ്നം. അതുകൊണ്ട് സരിതയ്ക്ക് ശരിക്കും പറഞ്ഞ ഒരു അവാർഡ് കൊടുക്കണ്ട, അത്രയും അങ്ങനെ കൊടുക്കണ്ട. ഞാൻ പറഞ്ഞ ഇൻഡയറക്ട്ലി ഞാൻ മനസ്സിലാക്കി അവരെ. കോൺഗ്രസ് സർക്കാർ ഭരണത്തിൽ വരുമ്പോഴേക്കും UDF ഭരണത്തിൽ വരുമ്പോഴേക്കും സരിതയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം. ഉള്ള കാര്യമാണ്. കാരണം അവർ ആ ഒരു അതിജീവിതയാണ് ശരിക്കും പറഞ്ഞാൽ, അതൊരു വലിയൊരു അതിജീവനമാണ്. അവര് ഭയങ്കരമായിട്ട് ചതിക്കപ്പെട്ടത് തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അല്ല ഒരു സ്ത്രീക്കൊന്നും ഇറങ്ങിയിട്ട് ഇത്രയും വലിയ പരിപാടി ഒന്നും കൂടാതെ അവര് കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ ഇറങ്ങിയ പരിപാടി അയച്ചു കൊടുത്ത ഒരു മനുഷ്യൻ നല്ല ഉണ്ണികളാണല്ലോ ഇവിടെ ഉള്ള മുഴുവൻ. പോട്ടെ, അവരിപ്പോ ആർക്കെങ്കിലും അങ്ങനെ ഒരു വീഡിയോ അയച്ചു കൊടുത്തു, അവൻ എന്തൊരു തെണ്ടിത്തരാ ചെയ്തത്? അവനെ അറിഞ്ഞോ ആരെങ്കിലും ആരാന്ന്? അത് ഏതാണ്ട് ഊഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാ പോലും അത് പുറത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, അത് കേസെടുക്കേണ്ട സാധനമാണ്. അത് കണ്ടുപിടിക്കണ്ടേ ആരായത്? ആ സ്ത്രീയുടെ മാത്രമല്ല, ഇതുപോലെ എത്ര പെൺപിള്ളേരുടെ വീഡിയോ ക്ലിപ്പ് പോയിട്ട് എത്ര പേര് ആത്മഹത്യ ചെയ്ത സംഭവം നടന്നതിന് ശേഷം ഇതുപോലൊരു സ്ത്രീയുടെ ഇത് വന്നപ്പോ അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും അവരെ തെറിയും പറഞ്ഞ് ഞാനും കുറച്ചൊക്കെ ഇവര് പിന്നെ വന്ന് ചില വീഡിയോ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം. ഒരു മിനിറ്റ്, അതും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം. അതായത് ഇത്തരം സാധനങ്ങൾ വരുമ്പോഴേക്കും എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച് നിൽക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് ഇവർക്ക് ഇനിയിപ്പോ ഇവർക്കെതിരെ പറഞ്ഞാലും അത് കുഴപ്പമില്ല. കാരണം ഇത് രാഷ്ട്രീയമായ ആരോപണം. ഇവര് വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഞാനും ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അവര് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞതിനെതിരായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സാധനം ഉണ്ടല്ലോ, ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയതാ. കാരണം ഇത് ഇറങ്ങുമ്പോൾ പലരും പലരുടെ ജീവിതം തകർന്നെന്നും ആത്മഹത്യ ചെയ്യുമെന്ന് പിള്ളേരോട് എത്ര പേര് ആത്മഹത്യ എന്നറിയോ? താൻ അന്ന് ഓർക്കുന്നുണ്ടോ വാട്സപ്പ് ഇറങ്ങിയ സമയം? ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയാണ് ഇതുപോലത്തെ പരിപാടി നടന്നത്. വേറെ ലോകത്തെവിടെ അത്ര പേര് ആത്മഹത്യ ചെയ്തില്ല, ഇവിടെ അത് നടന്നു. ലോകത്തെവിടെ ഇത്രയും MDMA കേസില്ല, ഇത്രയും കഞ്ചാവടിക്കാരില്ല, ഇത്രയും പേര് കേസിൽ കുടുങ്ങുന്നില്ല, അതും കേരളത്തിൽ. ഇത് കണ്ടിട്ട് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവിടെ കുറെ കഞ്ചാവടിക്കാരുണ്ട്, ഇമാരെല്ലാം ജയിലിലിടണം. അതാണോ ഇവർ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ട് അവരവിടെ എത്തി? എന്തുകൊണ്ട് ഇവരിത് ഉപയോഗിക്കുന്നു? ഇതിനെപ്പറ്റി ഇവിടെ കുറെ എണ്ണമുണ്ട്, എഞ്ചിപ്പോയി ഇപ്പോച്ച് കുറെ ചാനലുകാർ ഇമാര് അന്തിച്ചർച്ചയും ഭയങ്കര ബഹളമാണ് കിടന്നങ്ങ്. ഇവിടെ ഉള്ളവർക്ക് അത് മതി, ഇവന്മാർക്ക് ഇത് തന്നെ വേണം. ഞാൻ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ വരെ ഇവരൊരു ചർച്ച ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്തണം. ഇല്ല, കൺക്ലൂഷനിൽ എത്തിക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ട് പറ്റും. അത് ചെയ്യത്തില്ല. അതിന് മര്യാദ ആ ചർച്ച കൃത്യമായിട്ട് ഒരു ഫോർമാറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിനകത്ത് എല്ലാത്തിലും കൺക്ലൂഡ് ചെയ്യാം, എല്ലാത്തിലും തീരുമാനം ഉണ്ടാക്കാം. വേണമെങ്കിൽ ചർച്ച നമുക്ക് നടത്തി കാണിക്കാം. രണ്ടഭിപ്രായമുള്ള ഒരു വിഷയം, എനിക്ക് വേറൊരു അഭിപ്രായം, തനിക്ക് വേറെ അഭിപ്രായമുള്ള ഒരു വിഷയം എടുത്ത് നമുക്കിവിടെ ചർച്ച ചെയ്യാം. നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരു അഭിപ്രായം, വേറെ അഭിപ്രായമുള്ള ഇതുപോലത്തെ കാണിച്ചു ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ നടത്തുന്നതെന്ന്. ഇവന്മാർ ഈ വളച്ചടിച്ച് കളിപ്പിച്ച് തത്തിത്തരിയുടെ അല്ല ചർച്ച എന്ന് പറയുന്നത്. അതിനകത്ത് ഉറപ്പായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കണം. അവിടെ വെച്ച് അങ്ങനല്ലേ ശരിക്കും വേണ്ട. ചർച്ച നടക്കുന്നതുകൊണ്ട് എന്താണ് ചുമ്മാ ചർച്ചയ്ക്ക് കളിക്കുവാണ്, ചർച്ചക്കളി. ഇതൊരു തരം പ്രത്യേക ചർച്ചക്കളി അല്ല, ഒരു ചർച്ച എന്റർടൈൻമെന്റ്. കിടന്ന് ബഹളം വെക്കും, വേറെത്തിന് ഇറങ്ങിപ്പോവും, കുറച്ച് ചീത്ത വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. ഇതൊക്കെയാണ് ചർച്ച. അതപ്പതിച്ച ജീവിതം ഇതുപോലെ ഇവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എനിക്ക് തോന്നണം ഇവർക്ക് അറിയത്തില്ല. ഇവർക്കൊരു ഉണ്ട് അറിയാൻ പാടില്ല, തേങ്ങ അവർക്ക് അറിയില്ല. അറിയാമെങ്കിൽ അത് ചെയ്തേനെ, ശരിക്കും അറിയത്തില്ല. ഇവർക്ക് അറിയാവുന്ന കുറെ പരിപാടി പഴയതാ. എനിക്ക് മനസ്സിലാകുന്നത് ഒരു സമയത്ത് നടന്ന കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞവരെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇതിനകത്ത് കയറി എന്നിട്ട് ഇവരുടെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി അതുപോലത്തെ സാധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ടീച്ചർമാരിരുന്ന പോലെ, അതുപോലെ പൊളിറ്റീഷ്യൻസ് ഇരിക്കുന്ന പോലെ അപ്ഡേഷൻ ഇല്ലാത്ത കുറെ എണ്ണം മാധ്യമ പ്രവർത്തകർ പേരെടുത്ത് പുതിയ പിള്ളേരെ കാണുന്നുണ്ടോ? ആരെങ്കിലും കാണാനുണ്ടോ? ഒരുത്ത് കയറി കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവന്മാര് തന്നെ വാർത്ത, ഇവന്മാര് തന്നെ ജേർണലിസ്റ്റ്, ഇവന്മാര് തന്നെ സാറുമാർ പോലും ഇവര് പറയുന്നത് പോലെ അവരുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആ ഒരു പ്രശ്നമാണ് കാണുന്നതിന്. എനിക്ക് പരിപാടി അവതരിപ്പിക്കുന്നതിൽ പണ്ടേ വാർത്താ അവതാരകരിൽ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഈ അഭിലാഷാണ്.
ശരി. അഭിലാഷ് നല്ല അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ അയാൾക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇവരുമായിട്ടൊക്കെ. ആരുമായിട്ട്? ഈ കമ്പനികളുമായിട്ട്, ഏതാ വാർത്താ മാധ്യമ ചാനലുകളുമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അയാൾ ശരിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആളാണ്. ഒരു യൂട്യൂബ് ചാനൽ സ്വതന്ത്രമായിട്ട് സംസാരിക്കുക, സ്വതന്ത്രമായിട്ടാണ് പറയാം. അതിനുള്ള അഭിപ്രായമുണ്ട്, നല്ല അഭിപ്രായം, നല്ല രസമായി. എനിക്ക് മുട്ടയൊക്കെ അടിച്ചു പോയി ഉള്ള കാര്യം പറയാം. മുട്ട ചുമ്മാ കുതിരപ്പുറത്തൊക്കെ സവാരി നടത്തി കണ്ടവന്റെ ഒക്കെ വായിക്കാത്ത കുത്തി നടക്കും. മുട്ട ആദ്യം ഇങ്ങനെ നായരില്ലേ, ശ്രീകണ്ഠൻ നായർ. ശ്രീകണ്ഠൻ നായരെ കണ്ട് ശ്രീകണ്ഠൻ നായർ ഏഷ്യാനെറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടി ഉണ്ട്, എന്തൊരു പരിപാടി. അതിന്റെ അവതാരകനായിട്ട് ബ്രിട്ടാസ് പോകണം. ബ്രിട്ടാസ് ഭയങ്കര സീരിയസ് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അന്തക്കാലത്ത്. ബ്രിട്ടാസ് ഭയങ്കര കാര്യമായിട്ട് സീരിയസ് ഇന്റർവ്യൂസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഇയാള് ഈ നായർ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പരിപാടി പിന്നീട് അവതരിപ്പിക്കുന്നത് ബ്രിട്ടാസാണ്. അങ്ങനെ ബ്രിട്ടാസ് അവിടെ ചെന്നിട്ട് നായരാകുന്നു. ഇയാൾ നായരെ പോലെ ബിഹേവ് ചെയ്യും. നായരെ പോലെ ആയി മാറി, ഓൾമോസ്റ്റ് മാറിക്കഴിഞ്ഞു നമ്മുടെ മുട്ട. എന്താണ് മുട്ടക്കൊക്കെ ഒരു വേറൊരു തരത്തിൽ ഇയാൾ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അത്യാവശ്യം ബോധമുള്ള മനുഷ്യനാ. നായരായി. അയ്യോ കഷ്ടം. ശ്രീകണ്ഠനായരൊക്കെ ചാടിത്തുള്ളി എന്തോ ഒരു ഷോ നടത്തുന്ന ആളാണെന്ന് തോന്നുന്നു. അല്ലാതെ ന്യൂസ് ഒന്നും ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഉള്ള കാര്യം പറയാം. എനിക്ക് അയാളുടെ സ്റ്റൈലൊന്നും ഇയാളൊരുമാതിരി ഒരു കാർന്നോര് ഒന്ന് ചുമ്മാ കോണയടിക്കുന്ന പോലെ എനിക്ക് അയാളുടെ ഒരു പരിപാടി ആകെ കുറച്ച് എവിടെയോ ഇച്ചിരി ഈ ഫേസ്ബുക്കിൽ കൂടെ പോയതല്ലാതെ ഞാൻ സത്യം പറയാലോ, ഈ ന്യൂസ് എന്ന് പറഞ്ഞ പരിപാടി ഒരു എന്റർടൈൻമെന്റ് ആണെന്ന് എപ്പോഴാണ് തുടങ്ങിയെന്നറിയത്? ഐഡിയ സ്റ്റാർ സിംഗറിന്റെ സമയം കഴിഞ്ഞപ്പോൾ തൊട്ടാണ്. അല്ല, അതിന്റെ ആ ഒരു ട്രെൻഡ് കയറിയില്ലേ, ആ സമയത്താണ് ന്യൂസ് എന്റർടൈൻമെന്റ് ആകുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ന്യൂസ് കാണിക്കുക, ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് എന്തൊക്കെയോ അലറി കൂവി ഇതൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ന്യൂസ് കാണാൻ നിർത്തി. മനസ്സിലായി? നമുക്കറിയാം ഇത് പരസ്യം ഉണ്ടാക്കാൻ ഈ പരസ്യം എല്ലാം ഇരുന്ന് കാണണം. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതായിട്ട് ഇത്ര നടന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താ നടന്നതെന്ന്. അത്രയും കേട്ടാൽ പോരെ. പക്ഷെ ഇവിടെ കുറേ പേര് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുക, ഈ പാവപ്പെട്ടവര് ഇപ്പോഴും ഈ മണ്ടന്മാരിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അവിടെ എങ്ങൊന്നും ഇല്ല. ഇവർ പറയുന്ന വാർത്ത പകുതിയും കള്ളമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ അനുഭവത്തിൽ. അങ്ങനെ അനുഭവമുള്ളവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. നിന്നെ പറ്റി ഒരു വാർത്ത വന്നു, അത് കള്ള വാർത്തയല്ല, ശ്രദ്ധിച്ചു നോക്ക്. അവർക്ക് ഇഷ്ടമുള്ളവർ എന്തോ പറയുക, എന്നാൽ നമ്മളോട് വന്ന് സംസാരിക്കത്ത പോലും കള്ളവാർത്ത കൊടുക്കുന്നു. അതാ പറഞ്ഞേ, നടന്നിട്ടേ ഇല്ല. ആലോചിക്കണം. അതായത് ഇവർക്ക് ഈ 24 hours ഈ സാധനം ഓടിക്കണമല്ലോ. എടാ എന്നിട്ട് പോട്ടെ, ഇവന്മാര് ജോലി എടുക്കുവല്ലേടാ. ഇതൊരു ജോലിയല്ലേ, നമ്മളിതൊരു ജോലിയായിട്ടൊന്നും എടുക്കുന്നൊന്നുമല്ല. വേണേ നമുക്ക് കുറച്ച് കള്ളത്തിലൊക്കെ പറയാം. പക്ഷെ ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനൊരു ഷഡ്ഡി മേടിക്കേണ്ട ഗതികേട് എനിക്കില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ബിരിയാണി തിന്നേണ്ട ഗതികേടൊന്നും ഇല്ല. ഞാൻ കഞ്ഞി കുടിച്ചിട്ടാണല്ലോ ഇരുന്നോളാം. പക്ഷെ കള്ളം പറഞ്ഞ് ജീവിക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥ, സ്വയം അങ്ങനെ ഒരു അവസ്ഥയിൽ പെടുന്ന ഒരാളുടെ ഒരു നിലവാരം എന്തായിരിക്കും, അല്ലെ അയാളുടെ ഗതികേട് എന്തായിരിക്കും? താനൊന്ന് ആലോചിക്കും. എന്തൊരു ഗതികേടാ അത്. ആരൊക്കെയോ പറ്റി കുറെ കള്ളം എന്നിട്ട് ഇവരെയൊക്കെ തന്നെ കാണുമ്പോൾ ചിരിച്ചും കാണിക്കും. ഓ എന്തൊരു ഉളുപ്പില്ലാത്തവന്മാരുടെ എന്തൊരു അവസ്ഥയാണോ. മലയാളി പൊളി കേട്ടോ. അതാ പറഞ്ഞ അവരുടെ ഒരു ഗതികേടുണ്ട് ഇതിനകത്ത്. ഇവന്മാർ ഇങ്ങനെ ജീവിക്കുവല്ലേ, ഇവരൊരു ജോലിയല്ലേ ചെയ്യുന്നേ, തൊഴിലല്ലേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞത് മറന്നാണ് ഷാജൻ കള്ളം പറയുന്നത്. കഴിഞ്ഞ ദിവസം ചെകുത്താന്റെ ആറാട്ടം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ പരിപാടി കണ്ടാന്നോ? അവര് കുറെ അങ്ങ് പറയുവോ ഏതാണ്ടൊക്കെ ഭയങ്കര സംഭവം നടന്നത്. എന്നിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടേക്കുന്നു. ഞാൻ തീച്ചുളയിൽ കിടന്നിരി പറയുന്ന സാധനമൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് പേടിപ്പിക്കുക ആൾക്കാർ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ തോന്നിടും, കഷ്ടം തോന്നുന്നില്ല. ജീവിക്കാൻ വേണ്ടിട്ടല്ലേ, ജീവിക്കാൻ വേണ്ടി ഏതോ ഒരു കട്ട സംഗി അവിടെ ഇരിപ്പുണ്ട്. അവന്റെ പണിയത് ഇത് ഏതോ ഒരുത്തൻ ഇരുന്ന് പണിയെടുക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ പണി കൊള്ളാം, പക്ഷേ ഉറപ്പല്ലേടോ തീട്ട സംഖി. അത്രേ ഉള്ളൂ. ഏതോ തീട്ട സംഖിയുടെ ഐഡിയ. അതെ, അല്ല ഒന്നും അല്ല. ഏഷ്യാനെറ്റ് സംഗീത ചാനലാണോ നമുക്കറിയാലോ. പിന്നെ ചന്ദ്രശേഖരൻ ഇതിലൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, അത് വേറൊരു അയാൾ അയാളൊക്കെ പറയുന്നുണ്ട് വലിയ സംഭവം. ഞാൻ ഭയങ്കര ഒരു ഞാനാന്നും പറഞ്ഞ് ഇറങ്ങിയൊക്കെ വരണം. അതെങ്ങനെയുണ്ട് എനിക്കറിയത്തില്ല. കുറെ സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടില്. ഈ രാഹുൽ ഈശ്വർ ഇപ്പൊ കുറച്ച് നന്നായി, ശ്രദ്ധിച്ചോ? രാഹുൽ ഈശ്വർ വേറൊരു ലൈനില്ല. എനിക്കറിയത്തില്ല എന്നാ പറ്റിയാന്ന്. രാഹുൽ ഈശ്വരനെ പഴയ മണ്ടത്തിനും കുറച്ചുകൊണ്ട് വലിയ റീച്ചില്ല. ഊളത്തിനും പറഞ്ഞപ്പോ നല്ല റീച്ചാണ്. ഇപ്പൊ റീച്ച് കുറഞ്ഞു രാഹുൽ ഈശ്വറിന്. രാഹുൽ ഈശ്വർ കുറച്ച് സെൻസിബിൾ ആയിട്ടൊക്കെ സംസാരിക്കും.
ആണോ? ഞാൻ അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ലൈക്ക് വാട്ട് എന്ന് വെച്ചാൽ പുള്ളി മറ്റേ പുരുഷ സംഘടനയുടെ ഒക്കെ കൂടെ കൂടിയാണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിവിടെ പറയാൻ കൊള്ളാത്ത കാര്യം പറയുന്നതെന്നുള്ളതാണ്. മറ്റേതുപോലത്തെ അക്സെപ്റ്റൻസ് ഇല്ലല്ലോ. എന്നിട്ടും രാഹുൽ ഈശ്വർ അത് പിടിക്കുന്നുണ്ട്. അത് എന്താ കാര്യം എനിക്ക് മനസ്സിലായില്ല. അന്ന് ബോച്ചയുടെ കാര്യത്തിലൊക്കെ ഇടപെട്ട് കണ്ടോ? കൊള്ളത്തില്ല. പക്ഷെ എന്നാ പോലും പോളിശരത്തെ ട്രാക്ക് മാറ്റ് സീൻ നടക്കുന്ന ഒരു സൈഡിൽ കൂടെ എന്തോ പുള്ളി എനിക്ക് തോന്നുന്നത് ഇയാൾ എപ്പോഴും ഇങ്ങനെ ഈ ദിലീപിന് വേണ്ടി സംസാരിക്കുക, ഈ ഇത്തരം ആരോപണങ്ങൾ വരുന്ന ആളുകൾക്കെല്ലാം വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഇയാൾക്കുണ്ട്. ഇയാളുടെ ഒരു രീതി അതാ. പക്ഷെ ആ ഹണിറോസിന്റെ കേസ് വന്നപ്പോ പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഇവന്റെ റിപ്ലൈ ഒക്കെ കറക്റ്റ് ആയിരുന്നു. ഞാനും എന്റെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലാന്നൊക്കെ പറഞ്ഞപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞു നിങ്ങൾക്ക് സപ്പോർട്ടിന് കുറവൊന്നുമില്ല, അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. സോഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇവർക്ക് ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറയുന്ന ഒരാൾക്ക് വരാൻ പാടില്ല. അല്ല, അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാൽ അടുത്ത സീൻ എന്താന്ന് വെച്ചാൽ അത് പിന്നെ ആ ഉത്തരവാദിത്വം ബാക്കിയുള്ളവർ ആരും ചെയ്തില്ല. കാരണം ഇവർക്ക് കൗൺസിലിംഗ് കൊടുത്തില്ല. ഈ ടോൾ ഫ്രീ നമ്പർ വന്നില്ല. അത് വേറെ ടോപ്പിക് അല്ല. ഞാൻ ചോദിക്കുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള വക്കിലാണെന്ന് ഒരാൾ പറയുമ്പോൾ അയാൾ പാനലായിട്ട് അവര് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പിന്നെ പോലീസ് ഇടപെടേണ്ട കേസുണ്ട്. ഇങ്ങനെ അതിനൊരു കേസ് വരെ എടുക്കും. അതൊക്കെ ഇപ്പൊ നമ്മളൊന്ന് പറയാവോ? ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ വൈകിട്ട് വരും ഞാൻ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചിലപ്പോ പൊക്കിയെടുത്തോണ്ട് കേസ് കൊടുക്കാൻ പറ്റും. ആത്മഹത്യ ശ്രമം നടത്തിയാലേ കേസ് എടുക്കുള്ളൂ. ചുമ്മാ ആത്മഹത്യ ഭീഷണിയൊക്കെ നമ്മളൊക്കെ ആത്മഹത്യ ഭീഷണി അല്ലെങ്കിൽ അങ്ങനെ അതിനകത്ത് കേസൊന്നും എടുക്കണ്ട. പക്ഷെ കൺസേൺ ഉള്ളവർ തീർച്ചയായിട്ടും അത് മാത്രം ഡിസ്കസ് ചെയ്തിടുക. ആ സംഭവം നടന്നപ്പോൾ ഞാൻ മാത്രം ഇരുന്ന് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഇടപെടണം. കാരണം അവര് പറഞ്ഞത് ശരിയാണെങ്കിലോ ആണെങ്കിൽ എന്ത് ചെയ്യും? വെറുതെ പറയാൻ പാടില്ല എന്നുള്ളത് ശരി. അത് വേറെ തരത്തിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു പരിപാടി ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല. അവര് ശരിക്കും ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. അതിനെന്തെങ്കിലും ചെയ്തു ആ സ്റ്റേറ്റ്മെന്റ് അവരങ്ങനെ പറഞ്ഞത് ഇവിടെ അടിച്ചു വിടുക. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വാർത്ത ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇപ്പൊ ചാവും. അങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഹണിറോസ് അങ്ങനെ പറഞ്ഞത് ഹണിറോസ് അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കാൻ ഇഷ്ടമേ ഉള്ളൂ. അല്ലാതെ തിരിച്ചു ചിന്തിക്കുന്നില്ല ഞാൻ. അപ്പൊ ഇവരെന്തോ ചെയ്തേ? ഇവരൊന്നും ചെയ്തൊന്നുമില്ല. അപ്പോൾ വാർത്തകളിൽ ഇത് നിറച്ച് കുത്തിക്കയറ്റി കുറച്ച് ആത്മഹത്യ ടെൻഡൻസി ഉള്ളവരെ കൂടെ കൊല്ലാനുള്ള പോലത്തെ വാർത്തകൾ ഇറക്കി വിട്ടു. ആ ഹണിറോസിന്റെയും കുടുംബത്തിനെയും കുറച്ചും കൂടി നാണം കെടുത്തി. അങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയാമോ? ഇപ്പം ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നിട്ട് പല സമയത്തും ഇങ്ങനെ പല പരിപാടികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് പ്രത്യേക കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യർ വന്നിരുന്നിട്ട് ഞാൻ ആത്മഹത്യയുടെ വക്കിലാന്നൊക്കെ പറയും. ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു പ്രയോഗമായിട്ടും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഈ ഭാഷയ്ക്കകത്ത് ഈ സാധനം ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, തനിക്ക് മനസ്സിലായോ? അങ്ങനത്തെ രീതിയിലല്ല. കുറെ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാ അന്ന് ഞാൻ ആത്മഹത്യയുടെ വക്കിലായിരുന്നു. പക്ഷെ അവര് അന്ന് തന്നെ പറയുവാണെങ്കിൽ അതിന് സിവിയറിറ്റി കൂടും. കാരണം അവർ അപ്പൊ ചെയ്യാൻ സമയത്താണ്. ഇവരുടെ കേസാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഹണിറോസ് ആത്മഹത്യയുടെ വക്കിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും ചെയ്തില്ല. അവര് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാർത്തയിലിട്ട് പറയാൻ കൊള്ളാവോ? അവര് കൂടുതൽ അപമാനിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അവരെന്താ പോസ്റ്റ് ഇടുക? അല്ല, അവര് പറഞ്ഞാണെങ്കിൽ അത് വാർത്തക്കാർ കൂടുതൽ ഇട്ട് ആഘോഷിക്കരുത്. ആഘോഷമാക്കി റോങ് ആണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തവന്മാരായി കിടന്ന് കളിക്കുന്ന മുഴുവൻ അവന്മാർക്ക് പറ്റും. ഇതുപോലെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ ഈ ആവശ്യമില്ലാത്ത പരിപാടി അവതരിപ്പിക്കാത്ത. അതെന്താണോ അങ്ങനെ? അതിനാരും കാണാനുമില്ല. അവർക്കൊന്നും ഇല്ല അവരുടെ കയ്യിൽ. അവർ ആ പഴയ ന്യൂസിന്റെ രീതി അരമണിക്കൂർ കൊണ്ട് ആ പരിപാടി നിർത്തിയിട്ട് പരിപാടി ക്രിസ്പായിട്ട് മര്യാദയുള്ള പരിപാടി. മറ്റേ സാധനം ഉണ്ടായിരുന്നു, അത് ആരാണ്ട് കട്ട് ചെയ്തിട്ടായിരുന്നു. ഈ മറ്റേ നമ്മുടെ സരിതയുടെ CD തപ്പിപ്പോയൊരു കഥയുണ്ട്. അയ്യോ, രാവിലെ മുതൽ രാത്രി വരെ ഈ സാധനം TV കിടന്ന് ഓടുക. പക്ഷേ മറ്റേതിനകത്ത് വന്ന ന്യൂസായിരുന്നു രസം. ഒരു 8 സെക്കൻഡിനകത്ത് ആ ന്യൂസ് തീർന്നു. ഏത് സരിത കേസിൽ കോയമ്പത്തൂർ CD എടുക്കാൻ വേണ്ടി കേരള പോലീസ് പോയി കഴിഞ്ഞു. ഇതും പിടിച്ചോണിന്റെ പുറകെ നടക്കുക. അതിന്റെ പുറകെ വണ്ടിയായിട്ട് ഇങ്ങനെ ക്യാമറയായിട്ട് പോകണു. ആ CD അവൻ കത്തിച്ച് അവിടെ വരുമ്പോ അവര് ആ വാതിക്കൽ എത്തുമ്പോൾ ഓടിച്ചു കളഞ്ഞാൽ മതി. എന്ത് പൊട്ടത്തിലൂടെ കാണിച്ചെന്ന് മീഡിയ പുറകെ പോവോ, എല്ലാരെയും വിളിച്ചറിയിച്ചേക്കോ CD തപ്പാൻ വരുന്നുണ്ടെന്ന്. ആ CD മുകേഷിനെതിരെ മറ്റേ പീഡന പരാതി വന്നല്ലോ. മുകേഷിന്റെ കാറിന്റെ പുറകെ റിപ്പോർട്ടർ
എന്താ ഉദ്ദേശിക്കണത്? ഭയങ്കര നാണക്കേടാ. ഇതൊക്കെ നാളെ നിങ്ങളുടെയൊക്കെ പിള്ളേരെ നിങ്ങളൊക്കെയാണോ ഈ സമൂഹം നശിപ്പിച്ചതെന്ന് മുഖത്ത് നോക്കൂ, ഇത്രയും വൃത്തികെട്ട ഒരു കാലഘട്ടമായി, ഇത്ര തരം താന്ന ഒരു വൃത്തികെട്ട സാമാന്യ ബോധമില്ലാത്ത ഒരു വെളിവും ബോധമില്ലാത്ത ഒരു സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് പറയാം മലയാളി പൊളിയാന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ശരി എന്നാ. അപ്പൊ ശരി. വന്ദേ മാതരം. ജയ് ഹിന്ദ്.